രക്ഷാനുഭവം പ്രാപിച്ച ദൈവമക്കൾക്ക് വിവിധ പേരുകളുണ്ട് ബൈബിളിൽ. ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ തോട്ടം, വിശ്വസിച്ചവരുടെ കൂട്ടം, ശിഷ്യന്മാർ, ക്രിസ്ത്യാനികൾ, ദൈവസഭ, ക്രിസ്തുവിൻ്റെ ശരീരം. വ്യത്യസ്ത പേരുകളിൽ ഒരു പേരാണ് കാന്ത എന്നത്. ഇതര പേരുകളെക്കാൾ ആ പേരിന് പ്രസക്തി കൂടുതലാണ്. അത് കൂടുതലാക്കാൻ കാരണം ബാക്കി ഏതു ബന്ധത്തെക്കാളും കൂടുതൽ സർവൈവ് ചെയ്യുന്ന ബന്ധം കാന്തനും കാന്തയും തമ്മിൽ ഉള്ളതാണ്. ഏറ്റവും സുദൃഢമായ ബന്ധം. അതുകൊണ്ടാണ് മരണം വേർപിരിക്കും വരെ എന്ന ദൃഢപ്രതിജ്ഞയോടെ കുടുംബജീവിതത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കാന്തയ്ക്ക് മരണത്താലുള്ള വേർപിരിയലില്ലാത്തത് കണ്ട് അത് ആജീവനാന്ത ബന്ധമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുസഭ യേശുവിനോട് ചേരുന്ന അനുപമമായ ഒരു സംവിധാനം. നമുക്ക് ആ സംവിധാനത്തെക്കുറിച്ച് പഠിക്കും മുമ്പ് യേശുവിൻ്റെ വരവിൽ നിന്ന് വേണം ആരംഭിക്കാൻ. യേശുവിൻ്റെ വരവോട് ബന്ധപ്പെട്ട് തന്നെ വേണം അത് ചിന്തിക്കാൻ. കർത്തവ്യത്തിലേക്ക് വരികയാണ്. തൻ്റെ കാന്തയെ എടുത്തുകൊള്ളുകയാണ്. കർത്താവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ടുള്ള വചനങ്ങൾ നമ്മൾ പഠിച്ചു. ആ വരവിൻ്റെ പ്രത്യേകത കേട്ടു. അത് രഹസ്യത്തിലാണ്, ഒരു പരസ്യ വരവല്ല. രഹസ്യത്തിലുള്ള ആ വരവിൻ്റെ പ്രത്യേകത തനിക്കുള്ളവരാണ് അത് കേൾക്കുന്നത്. ആ ജനമാണ് എടുത്തുകൊള്ളപ്പെടുന്നത്. എടുത്തുകൊള്ളപ്പെടുന്ന ജനം പീഡ നടക്കുന്നതിന് സമാന്തരമായ കാലം എവിടെ എന്നൊരു ചോദ്യത്തെ നമ്മൾ ആദ്യഘട്ടത്തിൽ പരിഹരിച്ചിരുന്നു. കാരണം സ്ഥലം, കാലം, സമയം എന്നിവയാൽ സ്വാധീനിക്കാനാവാത്ത ശരീരമാണ് തിരസ്കരിക്കപ്പെട്ട ബോഡിക്ക്. ദൂതതുല്യരാണ് നമ്മൾ. ആ ദൂതതുല്യ ശരീരത്തിന് സ്ഥലകാല സീമകളുടെ ഭേദമില്ല. അവയ്ക്ക് കാലം എന്നൊരു ഫീലിംഗ് ഇല്ല. കാരണം ഭൂമിയിൽ പീഡ നടക്കുന്നതിന് സമാന്തര കാലഘട്ടത്തിൽ സഭക്രിസ്തുവിനോടുകൂടെ ഇത്രയും കാലം ആകാശത്തിൽ തങ്ങി നിൽക്കുന്നൊന്നും വാക്യമില്ല. മധ്യാകാശത്തിൽ ഉണ്ടാകും എന്നൊരു പദപ്രയോഗവും ഇല്ല. അപ്പോഴവരെവിടെയാണ്? ഞാൻ വീണ്ടും പറഞ്ഞു, ഒരു നൊടിയുടെ പോലെ നമുക്കത് ഫീൽ ചെയ്യൂ. അപ്പോഴേക്ക് പീഡയുടെ ഭൂമിയിലെ കാലം അതിജീവിച്ചിരിക്കും. വീണ്ടും കേൾക്കുന്നത് മേഘങ്ങളിൽ അവനെ എതിരേൽക്കാനാണ് സഭ പോകുന്നത്. എതിരേൽക്കുക, ഏതൊരാളിനെ എതിരേറ്റുകൊണ്ട് വരുന്നത് അങ്ങോട്ടാണ്? വീട്ടിലേക്കാണ്. നമ്മൾ എതിരേറ്റു കൊണ്ടുവരികയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ക്രിസ്തുവിനെ കാന്ത സ്വാഗതം ചെയ്ത് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. മധ്യാകാശത്തിലല്ല വാഴ്ച, ഭൂമിയിലാണ്. ഭൂമിയിൽ എങ്ങനെ വാഴാൻ പറ്റുന്നപ്പോഴേക്ക് ഭൂമി നശിച്ചില്ലേ? ഭൂമി നശിച്ചില്ല. അത് കുറെക്കൂടി നശിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുനരുദ്ധരിച്ച ഭൂമിയിലാണ് വസിക്കുന്നത്. അത് നമുക്കിപ്പോൾ അതറിയാൻ നമുക്കാദ്യം ഈ 20-ാം അധ്യായത്തിലേക്കൊന്ന് പോകണം. 20-ാം അധ്യായം ഒന്ന് വായിച്ചോളൂ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ടേക്ക് ചങ്ങലയിലിട്ടു. അതിനു മുമ്പുള്ള ഒരു സംഭവം 19-ാം അധ്യായത്തിന്റെ 19 വായിച്ചട്ടെ. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ചു മൃഗത്തിന്റെ മുദ്രയേൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഓക്കെ, അപ്പോൾ ആരാണ് ഈ വെള്ളക്കുതിരപ്പുറത്ത് ഇവിടെ വരുന്നവൻ? മുമ്പ് കണ്ടതല്ല. 19-ന്റെ 11 വായിക്കാം. ആരാണ് വരുന്നത്? 19, 19, 11.
അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അപ്പൊ നമ്മൾ 6-ാം അധ്യായത്തിന്റെ 1 കണ്ട വെള്ളക്കുതിര എന്ന് വ്യത്യസ്തമായത്. കാരണം 6-ാം അധ്യായത്തിലെ വെള്ളക്കുതിരയിൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ല ഉള്ളത്. ഈ വില്ല് പ്രയോഗിക്കാൻ കുശാഗ്രബുദ്ധിയുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. കാരണം ലക്ഷ്യം പിടിച്ച് ഉന്നം പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ വേണം അത് പ്രയോഗിക്കാൻ. കുശാഗ്രബുദ്ധിക്കാരൻ്റെയാണ് വില്ലെങ്കിൽ വാളങ്ങനല്ല, ധൈര്യശാലിയുടെയാണ് വാള്. അത് മുഖാമുഖ യുദ്ധമാണ്. അങ്ങനെയാണ്. അപ്പോൾ ആ 2 യുദ്ധങ്ങളെല്ലാം നമ്മൾ പഠിച്ചാണ് ആദ്യത്തെ ക്ലാസ്സുകളിൽ. അപ്പോൾ ഇവിടെ പറയുന്ന വെള്ളക്കുതിര പുറത്തിരിക്കുന്നവനെ ശ്രദ്ധിക്കണം. അത് ആളിനെ അസൈൻ ചെയ്യാൻ എളുപ്പമാണ്. വായിച്ചോളൂ, എന്തൊക്കെയാണ് കാരണം? അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അതേമാതിരി ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. ഇപ്പൊ വിശ്വസ്തനും സത്യവാനും എന്ന പേര് കിട്ടിയ ആളിന് നമുക്ക് നന്നായിട്ടറിയാം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. 5-ാം മുദ്രവേദനത്തിൽ പ്രാർത്ഥിക്കുന്ന രക്തസാക്ഷികളുടെ പാട്ട് കേട്ടില്ലേ? വിശ്വസ്തനും സത്യവാനുമായ നാഥ, നീ ഞങ്ങളുടെ രക്തത്തിനത്രത്തോളം പ്രതികാരം നടത്താതിരിക്കും. വിശ്വസ്തനും സത്യവാനും എന്ന പേര് യോജിക്കുന്ന വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന ഈ വ്യക്തിയെ കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. കുതിരപ്പുറത്ത് വരാൻ കാരണം ജയാളിയായി വരികയാണ് ക്രിസ്തു, അധികാരിയായി വരികയാണ് ക്രിസ്തു. ഈ വരവ് മറ്റൊരർത്ഥത്തിലും പറയാം. വായിക്കാം. സക്കറിയ പ്രവചനം 11-ാം അധ്യായം 1 മുതൽ വായിച്ചുകൊള്ളുക. ലബാനോനെ, നിന്റെ ദേവദാരുക്കൾ തീക്കിരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വെക്കുക. 14 അവർ നിന്റെ നടുവിൽ വെച്ചു നിന്റെ കൊള്ള വിഭാഗിക്കാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. സകല ജാതികളെയും ഞാൻ യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. പിന്നെ നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്യും. പിന്നെ ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ടു. കേൾക്കണം. താൻ യുദ്ധ ദിവസം സുശക്തമായ ഒരു രാഷ്ട്രമായി വളർന്ന ഇസ്രയേൽ ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ് ഈ കണ്ടത്. നഗരം പിടിക്കപ്പെടും. അതിലെ നിവാസികളിൽ ചിലരൊഴിച്ചു ബാക്കിയൊക്കെ പ്രവാസത്തിലേക്ക് പോകും. അപ്പോൾ പ്രശ്നകലുഷിതമായ ആ രാഷ്ട്രീയ സാഹചര്യം ഇന്നലെ ഞാൻ പറഞ്ഞു എങ്ങനെയാണത് സംഭവിക്കുന്നത്. നഗരം പിടിക്കപ്പെടുകയാണ്, ചിലർ പ്രവാസത്തിലേക്ക് പോകുകയാണ്. ഗംഭീരമായ ആ പ്രതിസന്ധി എതിർ ക്രിസ്തുവിനാൽ സംജാതമാകുമ്പോൾ എന്തൊക്കെ ഭവിഷ്യത്താണ് വരുന്നത് എന്ന് നമ്മൾ കണ്ടു. അത് തുടർന്ന് വായിക്കാം. എന്നാൽ യഹോവ പുറപ്പെട്ടു. ഇവിടെ ശ്രദ്ധിക്കണം. എന്നാൽ യഹോവ പുറപ്പെട്ടു. താൻ യുദ്ധ ദിവസത്തിൽ പൊരുതതുപോലെ ആ ജാതികളോട് പൊരുതും. ആ ജാതികളോട് യഹോവ പുറപ്പെട്ട് പൊരുതും. പിന്നെ അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്ക് ഒലിവുമലയിൽ നിൽക്കും. അന്നാളിൽ അവന്റെ കാൽ കിഴക്ക് യെരൂശലേമിനെതിരെ ഒലിവുമലയിൽ നിൽക്കും. നമ്മൾ പഠിച്ച പാടാണ്. സ്ഥലമൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളരും. പിന്നെ ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. ഒരു താഴ്വര ഉളവായി വരും. പിന്നെ മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. വടക്കും തെക്കുമായി പിളർന്നു പോകുന്ന ഒരു സ്ഥിതി സംജാതമാകുമ്പോൾ ഒരു താഴ്വര വരും. ബെൻ ഹിന്നോം താഴ്വര എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇടം. വിശാലമായ ആ സ്ഥലത്തൊരു യുദ്ധക്കളം ഒരുങ്ങാൻ പോകുകയാണ്. ഓക്കെ. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. തന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. ആരാണ് ഈ പറഞ്ഞ യഹോവ? എന്നാളിൽ യഹോവ പുറപ്പെടും. എന്നോടാരോ ചോദിച്ചു, യേശുവിനെ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഉണ്ട്. യേശുവിനെ വിളിച്ച വിളിയാണ്. ഒലിവുമലയിൽ വരുന്ന യഹോവ
ഒലിവുമല രണ്ടായി പിളരും, അവൻ്റെ പാദം അവിടെ അമരും. ഇവിടെ വീണ്ടും യഹോവ എന്ന് പറയുന്നു. യഹോവ യുദ്ധ ദിവസത്തിൽ പൊരുതിയതുപോലെ പൊരുതും. ഇവിടെ വീണ്ടും പറയാണ്, യഹോവ അന്നാളിൽ യുദ്ധ ദിവസത്തിൽ പൊരുതുപോലെ പൊരുതും, 1000 വിശുദ്ധന്മാരുമായി വന്നിരിക്കുന്നുവെന്ന യൂദായുടെ ലേഖനത്തിലെ വാക്യത്തോടുമൊക്കെ ചേർന്ന് കിടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്ത്. ശരി, കണ്ടിന്യൂ ചെയ്യാം. അന്നാളിൽ വെളിച്ചമുണ്ടാകയില്ല, ജ്യോതിർഗോളങ്ങൾ മാഞ്ഞു പോകും. പിന്നെ യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. യഹോവ മാത്രം അറിയുന്ന ദിവസം. ഇത് ദൈവപീഡയുടെ അവസാന ഘട്ടമാണ്. ഫിനിഷ് ചെയ്യാണ് ദൈവം. 3.5 കൊല്ലം നീണ്ടു നിൽക്കുന്ന കഠിനമായ ക്രോധകലശങ്ങളുടെ ഒക്കെ ഒടുക്കമാണ്. അപ്പോൾ ഇരുണ്ടു പോകുന്നൊരു ദിവസം വരികയാണ്. ആ ദുരന്ത ദിവസം, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരികയാണ്. ഭീതിജനകമായ ദിവസം വരികയാണ്. ആ നാളിന് 2 ഗുണം, 2 പ്രത്യേകത. അതിൻ്റെ ഒരു ലെയർ എന്ന് പറയുന്നത് ബ്ലെസ്സിങ് ആണ്, അടുത്ത ലെയർ ശാപമാണ്. അപ്പോൾ അത് മലാക്കി പറഞ്ഞു നിർത്തുകയാണ്, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് നീതിസൂര്യൻ്റെ ഉദയം. നിങ്ങൾ പശുത്തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പശുക്കിടാങ്ങളെപ്പോലെ തുള്ളിച്ചാടും. എന്നാൽ അല്ലാത്തവർക്കത് ചൂള പോലെ എരിയുന്ന ദിവസമാണ്, കത്തുന്ന ദിവസമാണ്. ഒരു ദിവസത്തിൻ്റെ 2 തലങ്ങൾ പരിശുദ്ധാത്മാവ് വീക്ഷിക്കുമ്പോൾ അതിൻ്റെ ടൈമിലേക്കെത്തി. ടൈം, അന്ത്യകാലത്തിൻ്റെ അവസാന നിമിഷം. ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ അന്ത്യകാലം എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ട് തുടങ്ങിയതാണെന്ന് ധരിച്ചിട്ടുണ്ട്. അല്ലല്ല പ്രിയമുള്ളവർ, ഇത് അന്ത്യകാലമാകുന്നു എന്നൊക്കെ അപ്പോസ്തലൻ എഴുതുമ്പോൾ അന്ത്യകാലം ആരംഭിച്ചത് അപ്പോസ്തല പ്രവൃത്തി 2-ലാണ്. അപ്പോസ്തല പ്രവൃത്തി 2 ആരംഭിച്ച് യേശുവിൻ്റെ എടുക്കപ്പെടൽ, പുനരാഗമനം വരെയും തദനന്തരമുള്ള പ്രശ്നങ്ങളെല്ലാം കൂടെ ചേർത്ത ഈ ബൈബിൾ കാലയളവ്, പുതിയ നിയമകാലയളവ് മുഴുവൻ അറിയപ്പെടുന്നവരാണ് അന്ത്യകാലം. കേട്ടല്ലോ, ഒരു വലിയ പീരീഡാണത്. ആ ഘട്ടം അങ്ങോട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരു കാര്യം ഒന്ന് പഠിക്കണം, വായിക്കേണ്ടതുണ്ട്. എന്നാൽ അതിന് മുമ്പ് പറയാം. എടുക്കപ്പെട്ട തിരുസഭ കർത്താവിൻ്റെ കൂടെയാണ്. പീഡിപ്പിക്കപ്പെടുന്ന ഇസ്രയേൽ ഭൂമിയിലാണ്. നമ്മൾ സ്ത്രീ എന്ന് വിവക്ഷിച്ച ഇസ്രയേൽ ഒരു കാലം, ഇരുകാലം, അരക്കാലം, 3.5 കൊല്ലങ്ങൾ ഭൂമിയിൽ രഹസ്യ സങ്കേതങ്ങളിൽ അധിവസിക്കുന്ന ഘട്ടത്തിൽ തിരഞ്ഞു പിടിച്ച് അവളുടെ ഒളിവിടം കണ്ടെത്തിക്കൊണ്ട് ഇതാ എതിർ ക്രിസ്തു അന്ത്യഘട്ടത്തിൽ ആക്രമിക്കാൻ അടുത്തു വരുന്ന വേളയാണ് ഈ പറഞ്ഞത്. എങ്ങനെ? ആ നഗരത്തിൽ നിന്നവൻ ഛേദിക്കപ്പെട്ടു പോകും, പ്രവാസത്തിലേക്ക് പോകും. ആ ഘട്ടം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കാകും ഇസ്രയേൽ പോകുക. അവർ ഒന്ന് സ്വരൂപിച്ച ആയുധങ്ങളോ അവർ നേടിയെടുത്ത സൗഭാഗ്യങ്ങളോ ഒന്നും അവരെ രക്ഷിക്കില്ല. വചനം അതിനാണ് പറയുന്നത്, ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഒന്നിലും ആശ്രയിക്കരുത്. ഹല്ലേലൂയ, ഒന്നിലും ആശ്രയിക്കരുത്. എല്ലാം ഒരു ദിവസം നശിക്കുന്ന ഒരു ഘട്ടം വരും. നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരിടം ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്നു. കുതിരയും രഥവും ധാരാളമുണ്ടായിരുന്ന ആളുകളൊക്കെ ചരിത്രത്തിൽ ഭസ്മീകരിക്കപ്പെട്ടു പോയപ്പോൾ യഹോവയിൽ ആശ്രയം വെച്ചവൻ ഇന്നും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. അനവധി ഗോപുരങ്ങൾ മറിഞ്ഞു വീണ ഒരു സംസ്കാരവും സാഹചര്യവും നമ്മുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കുന്നു. പക്ഷേ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് കയറും. നീതിമാൻ ഓടിക്കയറുവാൻ ബലമുള്ളൊരു ഗോപുരം ദൈവസാന്നിധ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ പരാജയത്തിൻ്റെ മൂർധന്യഘട്ടത്തിൽ എല്ലാ വഴികളും അടഞ്ഞ യഹൂദാസഭ എതിർക്രിസ്തുവിൻ്റെയും ഭൂമിയിൽ വലിയൊരു സേനയ്ക്കും മുമ്പിൽ പതറിപ്പോകും. ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി അവനെ നേരിടാൻ അടുത്തില്ലോ എന്നാണ് സക്കറിയ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാപ്റ്റൻസി ആർക്കാകും? എതിർക്രിസ്തുവിനാകും. എതിർക്രിസ്തുവിൻ്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് സുശക്തമായ ആക്രമണം അങ്ങോട്ടഴിച്ചു വിടും. ഈ അക്രമം അതിൻ്റെ മൂർധന്യഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ വഴികളും അടഞ്ഞ ഇവർ ഉച്ചത്തിൽ നിലവിളിക്കും, ഒരു വിടുതലിന് വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടി. ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ രക്ഷിക്കണം. എങ്ങോട്ടാണ്? ദൈവത്തിങ്കലേക്ക്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം, യഹോവയുടെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. അങ്ങനെയാണ് നമ്മുടെ കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷത യാഥാർത്ഥ്യമാകുന്നത്. മനസ്സിലായത്? രഹസ്യവരവിൽ തിരുസഭയെ എടുത്തവൻ 1000 വിശുദ്ധന്മാരാകുന്ന തിരുസഭയുമായി ദാ വരുന്നു ഒലിവുമലയുടെ മുകളിൽ.
പിടികിട്ടിയോ? ഇനിയാണ് ഈ വാക്യം നിറവേറുന്നത്. അന്നാളിൽ യഹോവ പുറപ്പെട്ട്. പ്രശ്നം മനസ്സിലായല്ലോ? ഇത് ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇസ്രായേൽ സഭയെ പൊരുതി തകർക്കാൻ ഒരുമ്പെടുമ്പോൾ അന്നാളിൽ യഹോവ പുറപ്പെട്ട്. 2-ാം വാക്യം മുതൽ വായിക്കാം, 14. സക്കറിയ. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. സന്ദർഭം പിടികിട്ടിയല്ലോ. സകല ജാതികളെയും കൂട്ടിവരുത്തും. ഇത് ക്രിസ്തുവിന്റെ മുദ്ര. ആ പേരിന്റെ സംഖ്യ അതണിയാത്ത കാരണത്താൽ ബഹിഷ്കൃതരാകുന്ന ഈ ജനതയെ കൊന്നൊടുക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയൊരു യുദ്ധക്കളം അവിടെ അണിനിരക്കുകയാണ്. അവനെ തകർക്കാൻ സർവശക്തി സന്നാഹങ്ങളോടെ എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ആളുകൾ തയ്യാറെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നഗരം പിടിക്കപ്പെടുകയും. നഗരം പിടിക്കപ്പെടും. ആധിപത്യം ചെലുത്തിയിരുന്ന അവന്റെ രാഷ്ട്രം പിടിക്കപ്പെട്ടു. പിന്നെ വീടുകളെ കൊള്ളയിടുകയും. അവരുടെ വീടുകൾ കൊള്ളയിട്ടു. പിന്നെ സ്ത്രീകളെ വഷളാക്കുകയും. പിന്നെ നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്യും. ഏറ്റവും വലിയ അക്രമം, അഴിഞ്ഞാട്ടം നടക്കുകയാണ്. നഗരത്തിന്റെ പാതി നശിച്ചു പോകും. പിന്നെ ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ടു. അന്നാളിൽ കിഴക്കൊലിവുമലയിൽ അവന്റെ പാദം. നമ്മുടെ കർത്താവ് 1000 വിശുദ്ധന്മാരുമായി വന്നിരിക്കുന്നു. ഈ വരവിന്റെ പ്രത്യേകത കാണാവുന്ന വിധത്തിലാണ്. പണ്ട് കണ്ട രഹസ്യ വരവല്ല. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. മനസ്സിലാകുന്നല്ലോ? ഈ യുദ്ധത്തിൽ ഇത് ക്രിസ്തുവിന് സംഭവിക്കുന്ന നാശമാണ്. കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ അവനെ ഉമിണ്ണുകളയും, ഊതിത്തെറിപ്പിച്ച് മാറ്റും. അത്ര ലാളിത്യമുള്ള ഒരു യുദ്ധം. ഇപ്പോൾ ഒരു കാര്യം പിടികിട്ടി. എത്ര സ്വരുക്കൂട്ടിയ മനുഷ്യൻ്റെ ശ്രമങ്ങളും ഊതിത്തെറിപ്പിക്കുമ്പോൾ പുക പതറും പോലെ പതറിപ്പോകും ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും നടുവിൽ എന്നുള്ള വചനം എത്ര ആശ്വാസവും യുദ്ധവീരനായ ദൈവപുത്രൻ്റെ നാമം എത്ര ശ്രേഷ്ഠവുമാണ്. ഊതിത്തെറിപ്പിക്കുന്ന പോലെ അവരെ തെറിപ്പിച്ച് കളയും. തീർന്നില്ല. എന്നിട്ട് അവനെ പിടിച്ചു കെട്ടി അവനെയും അവൻ്റെ കൂടെയുള്ള കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഗന്ധകത്തിപ്പൊയ്ക്ക് തള്ളും. ദ ലേക്ക് ഓഫ് ഫയർ, തുറക്കപ്പെട്ട അഗാധ കൂപത്തിലേക്ക് തള്ളും. അതാണ് 19-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 19 ഈ സംഭവമായിട്ട് കണക്ഷനുള്ള വാക്യമാണ്. വായിച്ചോളൂ. 19:19. യഹോശാഫാത്ത് താഴ്വരയെന്നോ ബെൻ ഹിന്നോം താഴ്വരയെന്നോ പേരായിട്ടുള്ള ഒലിവുമലയുടെ താഴ്വര ഭാഗങ്ങളിൽ ഈ നടക്കുന്ന യുദ്ധത്തിന്റെ ഒടുക്കം എന്താണ് സംഭവിക്കുന്നത്? വായിച്ചോളൂ. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ, കർത്താവായ യേശുവിനോടും അവന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നു കൂടിയത് ഞാൻ കണ്ടു. സക്കറിയാവ് പറയുന്നതുമായ ഒരേ കാര്യമാണ്. പിന്നെ മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ചു മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞിട്ട് യേശു വരുന്ന ഒരു വരവുണ്ട്. വായിക്കാം. യെശയ്യാ 63:1 മുതൽ വായിച്ചോളൂ. വായിക്കാം. യെശയ്യാ 63:1 മുതൽ 63:1 onwards. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോരിവൻ ആർ? ആകൾക്ക് ഏദോം എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞു മരുഭൂപ്രദേശം, ആളുകൾക്ക് ധാരാളമായി വന്ന് പാർക്കാൻ കഴിയും വിധം നിരവധി ഭൂഗർഭ അറകളുള്ള ഇടം. ഏദോം ദേശം ഇതും മിക്കു ചേർന്ന പ്രദേശമെന്ന് മലയാളം ബൈബിളിൽ ഏശാവിൻ്റെ അവകാശഭൂമി എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം. നോക്കണം, യോർദാനോട് ചേർന്ന് കിടക്കുന്ന ആ മരുഭൂപ്രദേശം, അമാൻ എന്നൊക്കെ ഇന്ന് വിളിക്കുന്ന രാഷ്ട്രം, പെട്രായും ഒക്കെ ഉള്ള ഇടം. ഈ ഭൂപ്രദേശത്ത് നിന്ന് ബൊസ്രയിൽ നിന്ന് വരുന്ന ഇവൻ ആരാണെന്ന് പ്രവാചകൻ ചോദിക്കുകയാണ്. ചോദിച്ചോ. വസ്ത്രാലംകൃതനായി തന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരിവൻ ആർ? വസ്ത്രാലംകൃതനായി തന്റെ ശക്തിയുടെ മഹാത്മ്യത്താൽ നടകൊള്ളുന്ന ഇവനാർ? നീതിയെ അരുളി ചെയ്യുന്നവനും. ആളിന്റെ പ്രത്യേകത നീതിയെ അരുളി ചെയ്യുന്നവൻ. പിന്നെ രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. മനസ്സിലാക്കേണ്ടത്, ഈ ഇടങ്ങളിൽ
ഒരു കാലം ഇരുകാലം മരക്കാലം അഭയാർത്ഥികളായി കഴിഞ്ഞ തൻ്റെ ജനത്തെ രക്ഷിച്ചു കൊണ്ടുവരുന്ന യഹോവയാം ദൈവം, പുത്രനായ യേശുക്രിസ്തു എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കർത്താവ്, രക്ഷാകരണ പദ്ധതി യഹൂദനൊരുക്കുന്ന രംഗമാണ് ഈ കണ്ടത്. ആ വരുന്ന വരവിൽ ആരാണ് താൻ എന്ന് വെളിപ്പെടുത്തുകയാണ്. ആരാണ് താൻ എന്ന് വെളിപ്പെടുത്തുകയാണ്. വായിച്ചോളൂ. നീതിയെ അരുളി ചെയ്യുന്നവനും നീതി അരുളി ചെയ്യുന്നവൻ, പിന്നെ രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്തോ? അപ്പോൾ പ്രവാചകന് സംശയം, എന്താ നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് ഈ വരവിൽ? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ഇരിക്കുന്നത് എന്തോ? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, താൻ തനിച്ച് ചെയ്തൊരു ജോലി. ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. ആരുടെയും സഹായം കൂടാതെ തനിച്ച് ഞാൻ യേശുക്രിസ്തുവിനെ തോൽപ്പിച്ച് ജയാളിയായി വന്നതിൻ്റെ രക്തച്ചൊരിച്ചിലിൻ്റെ തെളിവാണ്. പണ്ട് സ്വയം രക്തം ചൊരിഞ്ഞ് മനുഷ്യരാശി രക്ഷിച്ചവൻ ഇന്നിതാ ഈ അധോലോക നായകനെ തകർത്ത് അവൻ്റെ രക്തം ചിതറി വീണ ഉടുപ്പുകൊണ്ട് ജയാളിയായി വരുന്ന കാഴ്ചയാണ് ഈ കണ്ടത്. അവൻ ഒറ്റക്കല്ല ഈ വരവ്. വായിച്ചോളൂ. എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. ഇവനെ തള്ളിക്കളഞ്ഞിട്ട് അവിടെ നിന്ന് തിരുസഭയെ തൻ്റെ കൂടെ ചേർത്ത്, യഹൂദസഭയെ കൂടെ ചേർത്ത് നടന്നു വരുന്ന യേശുവിനെ കണ്ടിട്ട് ഉത്തമ ഗീതക്കാരൻ ചോദിക്കുകയാണ്, മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരി വരുന്ന ഇവൾ ആരാണ്? തിരുസഭയെ ഒരു കൈകൊണ്ട് ലാളിച്ചും യഹൂദസഭയെ ചേർത്തുകൊണ്ടും ജയാളിയായി വരുന്ന ക്രിസ്തു. രക്ഷ അവർക്ക് ആ വിധത്തിൽ യേശു നൽകിക്കൊടുക്കുന്ന ആ ഘട്ടത്തിൻ്റെ അടുത്ത വേള ഞാൻ സൂചിപ്പിക്കാം. നഗരത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ഇസ്രായേൽ ജനം നഷ്ടപ്പെട്ടു പോയ യെരുശലേമിലേക്ക് മടങ്ങിയെത്തും വേളയിൽ ഇതാ തൻ്റെ തിരുസഭയുമായി പണ്ടൊരിക്കൽ താൻ പുറപ്പെട്ടു പോയ ഒലിവുമല പിന്നിട്ട് പിളരപ്പെട്ട ഒലിവുമലയുടെ താഴ്വരകളിലൂടെ കിദ്രോൻ തോട് കടന്ന് അവൻ വീണ്ടും പഴയ യെരുശലേം എന്ന ആ ഭൂപ്രദേശത്തേക്ക്, അതിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് ഒരു യാത്ര തൻ്റെ തിരുസഭ കൂടെയുണ്ട്. ഈ യാത്രയിൽ അവന് ആ യാത്രക്കൊരു പ്രത്യേകതയുണ്ട്. ആ യാത്രാവേളയിലാണ് അനവധി സഹസ്രാബ്ദങ്ങളായി അടഞ്ഞു കിടക്കുന്ന യെരുശലേമിൻ്റെ കിഴക്കേ വാതിൽ അവൻ്റെ മുമ്പാകെ മലർക്ക തുറക്കും. ഈ രംഗം കണ്ടുകൊണ്ടാണ് യുഗങ്ങൾക്കപ്പുറത്തു സങ്കീർത്തനക്കാരൻ ആത്മാവിൽ എഴുതി വെച്ചു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ തന്നെ. അന്നവർക്ക് പിടികിട്ടും ഈ വരുന്നവനാരെന്ന്. അവൻ്റെ തിരുമാർവിലെ മുറിവ് കണ്ട് അവർ വിളിച്ചു ചോദിക്കും, ഇതെങ്ങനെ പറ്റി നിനക്ക് ഈ മുറിവ്? അവൻ വിളിച്ചു പറയും, എന്നെ സ്നേഹിക്കുന്നവരുടെ പക്കൽ നിന്ന് എനിക്ക് ലഭിച്ചതാകുന്നു. ക്രൂശിക്കപ്പെട്ടവൻ ഒരിക്കൽ കൂടി ആ ക്രൂശിച്ച ചരിത്രം വിളംബരം ചെയ്യുമ്പോൾ മനസ്താപമുള്ളവരായി അവർ ഉച്ചത്തിൽ കുറ്റമേറ്റു പറഞ്ഞ് മനസ്താപത്തോടെ അവർ വിളിച്ചു പറയും, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വാഴ്ത്തപ്പെട്ടവൻ, വാഴ്ത്തപ്പെട്ടവൻ. എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കളയച്ചവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തൻ്റെ മക്കളെ ചിറകടിയിൽ കാത്തു സൂക്ഷിക്കും പോലെ നിന്നെ ചേർത്ത് കൊള്ളുവാൻ എനിക്കെത്ര വട്ടം മനസ്സായിരുന്നോ, പക്ഷേ നീ വശപ്പെട്ടില്ല, നീയോ അതിന് മനസ്സ് കാട്ടിയില്ല, നിന്റെ ഭവനം ശൂന്യമാകും. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നീ പറയോളം നിങ്ങളിനി എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞവൻ ഇതാ അക്ഷരാർത്ഥത്തിൽ വന്നിരിക്കുന്നു. അവൻ ജെറുസലേം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു രാജ്യം സ്ഥാപിക്കുന്നു. ഉലകം മുഴുവൻ അവൻ്റെ കാൽക്കീഴിൽ ഒരു പുതിയ സംവിധാനത്തോടുകൂടി ഉലകത്തെ അവൻ അക്ഷരാർത്ഥത്തിൽ ഭരിച്ച് സകലതും തൻ്റെ കാൽക്കീഴാക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഭൂമിയിലെ സ്ഥാപനം ഒരർത്ഥത്തിൽ സംജാതമാവുകയാണ്. ഈ കാലത്തിന് പറയുന്ന പേരാണ് സഹസ്രാബ്ദ വാഴ്ച അഥവാ 1000 ആണ്ട് അല്ലെങ്കിൽ മില്ലേനിയം. ഓക്കെ,
ഇനി മില്ലേനിയത്തിൻ്റെ എക്സ്പ്ലനേഷൻ തേടി നമുക്ക് 20-ാം അധ്യായത്തിലേക്ക് പോകാം. മില്ലേനിയത്തിൻ്റെ പ്രത്യേകത, അവിടെ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം, മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഗന്ധക തീപ്പൊയ്കയിൽ എറിഞ്ഞ ശേഷം യേശു രാജാതി രാജാവായി വാഴുന്നു. അതിനോട് മുമ്പ് ലൂസിഫർ എന്ന പഴയ പാമ്പിനെയും ബന്ധനസ്ഥനാക്കുന്നു. 20:1 എഴുതിയിരിക്കുന്നു. വായിക്കാം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ചു 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. അഗാധത്തിൽ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. ഇപ്പോഴാണ് അവനെ ചങ്ങലക്കിട്ടേക്കുന്നത്. ഓക്കെ, ഈ ഘട്ടത്തിലാണ് ചങ്ങലക്കിട്ടു. അപ്പോൾ അവൻ ചങ്ങലയിൽ, അവൻ്റെ കൂട്ടുകാർ തീപ്പൊയ്കയിൽ. കേട്ടല്ലോ, ചങ്ങലയിലാണ് അവനെങ്കിൽ അവൻ്റെ കൂട്ടുകാർ. അപ്പോൾ സെറ്റനിക് ട്രിനിറ്റിക്ക് എന്തു പറ്റി? സെറ്റനിക് ട്രിനിറ്റിയിൽ നമ്പർ 1 ചങ്ങലയിൽ, അടുത്ത എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും 2 പേർ തീപ്പൊയ്കയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ സാത്താൻ ബന്ധനസ്ഥനായ, എതിർ ക്രിസ്തു ഇല്ലാത്ത, കള്ളപ്രവാചകൻ ഇല്ലാത്ത, പാപരഹിതമായ, പാപത്തെ അടച്ച് മുദ്രയിട്ടിരിക്കുന്ന, പാപത്തിൻ്റെ ശക്തിക്ക് വാഴാനാവാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അമർച്ച ചെയ്ത് പാപത്തെ ഒതുക്കിയിട്ട് ദൈവം 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൻ്റെ പുത്രനെ അനുവദിക്കുന്ന രംഗമാണ് 1000 years reign ഓർ മില്ലേനിയം, അതല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച. 1000 ആണ്ട് വാഴ്ച വായിച്ചോളൂ, തുടരാം. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു. അവൻ്റെ ആ സ്വഭാവം ഉണ്ട്. ഇനി അവന് ഇതൊന്നൊരു വിഷയമല്ല. കിട്ടിക്കഴിഞ്ഞാൽ വഞ്ചിക്കും ജാതികളെ. ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ ചങ്ങലക്കിട്ടു. പിന്നെ അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. പിന്നെ അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ഇത് കഴിഞ്ഞാൽ ഇനി അവനെ ഒന്നുകൂടെ അഴിച്ചു വിടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയ ഗതികേട്. തീർന്നില്ല പണി. ഇത് മനസ്സിലായോ ആളുകൾക്ക്? ഇവന് പണി തീർന്നില്ല. 1000 ആണ്ട് വന്നുകൊണ്ടൊന്നും പരിപാടി തീർന്നില്ല. പ്രോഗ്രാം കിടക്കുകയാണ് അങ്ങോട്ടല്ലേ. അപ്പോൾ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എന്തൊരു റിസ്ക് ഉള്ളൊരു സംഭവം നോക്കി. 1000 ആണ്ട് വായിച്ചു കൊണ്ടൊന്നും ആയില്ല. അപ്പോൾ എന്തൊക്കെ പറ്റും? വായിച്ചോളൂ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. ന്യായവിധിയുടെ അധികാരം കൊടുത്തു വേറൊരു സ്ഥലമാണ്. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിമേലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. പലവിധ രക്തസാക്ഷികളെ കണ്ടു, സഹിച്ചവരെ കണ്ടു. അപ്പോൾ ഇത് തിരുസഭയല്ല. കാരണം തിരുസഭയിൽ പെട്ടവരുണ്ട്, എടുക്കപ്പെട്ട ചർച്ച് വേറെയുണ്ട്. എന്നിട്ട് അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. പിന്നെ മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. അതാരാണെന്ന് കേട്ടോ? പ്രപഞ്ചത്തിൽ ആദ്യം മരിച്ചത് നമ്മുടെ ഹാബേലാണ്. പക്ഷെ ഹാബേൽ നീതിമാനാണ്. നീതിമാന്മാരുടെ ആത്മാക്കൾക്ക് വെച്ച ഉയർപ്പല്ല ദുഷ്ടന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ദുഷ്ടന്മാരിൽ ആദ്യം കാണാവുന്നൊരു വ്യക്തി കയീനാണ്, അല്ലേ? അങ്ങനെയാണോ ആദ്യം മരിച്ചത് നമുക്കറിയില്ല. പക്ഷേ ഫസ്റ്റിലത്തെ ദുഷ്ടനാരാ? കയീൻ. ആദം മുതൽ മരിച്ചുപോയ നീതിമാന്മാരുടെ ആത്മാക്കൾ വിശ്രമിച്ച ഇടം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഓർമ്മയുണ്ടോ? എവിടെയാ? പാതാള പറുദീസയിൽ അബ്രഹാമിൻ്റെ മടിത്തട്ടിൽ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതോടുകൂടെ അവർ ഉയർത്തെഴുന്നേറ്റു. ഓക്കെ, ഇനി ക്രിസ്തു അവരെ കൊണ്ടുപോയി. അടുത്തത്, കയീൻ മുതൽ മരിച്ചടങ്ങിയ ദുഷ്ടന്മാർ ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് 1000 ആണ്ട് വാഴ്ച കൂടി കഴിഞ്ഞാണ്. ഓക്കെ, നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത്? അവർ പതുക്കെ ഉയർത്തട്ടെന്നേ. അവരുടെ കിടക്കട്ടെ. 1000 ആണ്ട് കഴിഞ്ഞാണ്. അപ്പോൾ ഈ 1000 ആണ്ടിനെ കുറിച്ചൊന്ന് പറയാം. എന്തിനാണ് ഈ 1000 ആണ്ട്? ഇങ്ങനൊരു വാഴ്ച ഇല്ലെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ വേണ്ടെങ്കിൽ നമ്മൾ നിർബന്ധിക്കാനൊക്കോ? അത് പോട്ടെ. പക്ഷെ ബൈബിളിൽ പറയാം അവർ 1000 ആണ്ട് വാണു എന്ന് പറഞ്ഞാൽ വാണെന്നങ്ങ് വിശ്വസിച്ചാൽ മതി. 1000 ആണ്ട് വസിച്ചു. എന്തിനാണ് ഈ 1000 ആണ്ട്? കർത്താവ് പഠിപ്പിച്ചപ്പോഴും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചപ്പോഴും ഒന്നും നമ്മളോട് പറഞ്ഞില്ല നിങ്ങളെ ഈ 1000 ആണ്ട് ഇങ്ങനെ വസിപ്പിക്കും എന്നും പറഞ്ഞിട്ടുമില്ല. അതൊക്കെ ചിലർ ആയുധമായിട്ട് എടുക്കുന്നത്.
ഇപ്പോൾ കർത്താവ് പറയണമെന്നോ വേറെ ആര് പറയണമെന്നില്ല, ബൈബിളിൽ എവിടെയെങ്കിലും കണ്ടാൽ മതി എന്നെ സംബന്ധിച്ചോളം. പോരെ? മതി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയാം 1000 ആണ്ട് വാഴും. മാത്രമല്ല യെശയ്യാവുമൊക്കെ ആ കാലത്തെക്കുറിച്ച് പറയുക, അന്ന് ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് പെയ്യും, ഒരു രാജാവ് നീതിയോടെ വാഴും. അന്നാണത്. അവൻ അത്ഭുത മന്ത്രി എന്ന പ്രയോഗം തെറ്റാണ്. അത്ഭുത ആലോചനക്കാരൻ, വീരനാൻ ദൈവം, നിത്യപിതാവല്ല ശരിപ്രയോഗം, നിത്യതയുടെ പിതാവ്, ഫാദർ ഓഫ് ഇറ്റേണിറ്റി, വണ്ടർഫുൾ കൗൺസിലർ, പിന്നെ ഫാദർ ഓഫ് ഇറ്റേണിറ്റി, പ്രിൻസ് ഓഫ് പീസ്, സമാധാന പ്രഭു എന്നവൻ പേർ വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ നമ്മോടുകൂടെ അന്നവൻ 1000 ആണ്ട് വസിക്കും. ഇത് വാസ്തവത്തിൽ മനുഷ്യരാശിയെ അവിടെ നിന്നൊരു പാഠം പഠിപ്പിക്കുകയാണ്. ആദമേ, നീ പാപം ചെയ്യാതിരുന്നെങ്കിൽ നിൻ്റെ ഒരു ദിവസം എങ്ങനെ ഇരിക്കുമായിരുന്നു? ഒരു ദിവസം കേട്ടല്ലോ, ഞാനിത് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ദൈവത്തിൻ്റെ ഒരു ദിവസം കണ്ട ഒരു മനുഷ്യനുമില്ല. ദൈവത്തിൻ്റെ ഒരു ദിവസം 1000 സംവത്സരമെങ്കിൽ അവിടെ വരെ എത്താതെ 70 ആണ്ടുകൾക്കപ്പുറത്ത് ആദം മരിച്ചു. ആദം ജീവിച്ചിരുന്നു 930 സംവത്സരം, പിന്നെ അവൻ മരിച്ചു. അങ്ങനല്ലേ? അവിടെ വരെ പോയുള്ളൂ. ഒരു ദിവസം കണ്ട ഒരുത്തനുമില്ല, എല്ലാവരും മരിച്ചു. ആദമ്യകുലത്തെ പഠിപ്പിക്കുകയാണ്, കൽപ്പനാലംഘനം ഹേതുവായി നീ മരണം ലോകത്തിലേക്ക് അനയിച്ചപ്പോൾ ഇതാ പിശാചില്ലാത്ത, അത്തരം പ്രലോഭനങ്ങളില്ലാത്ത ഒരു പുതിയ ലോകം. 1000 ആണ്ട്. 1000 ആണ്ട് ചർച്ചിനോട് പറഞ്ഞൊരു വാഗ്ദത്തമല്ല എന്ന് പറഞ്ഞാൽ ഞാനും അംഗീകരിക്കാം. ചർച്ചിനല്ലത്. അത് അന്ന് മഹാപീഡന കാലഘട്ടത്തിൽ രക്ഷാനുഭവം പ്രാപിച്ചു വന്നവർ, അതായത് യഹൂദ സമൂഹം, ഓൾഡ് ടെസ്റ്റമെൻ്റ് സെയിൻസ്, അങ്ങനെയുള്ള വിശുദ്ധന്മാർക്കാണ്. പിന്നെ നമ്മളവിടെ ഇല്ലേ? നമ്മളുണ്ട്. എന്താ കാരണം? കാന്തനുള്ളിടത്തൊക്കെ കാന്തയും ഉണ്ട്. വെറുതെ അല്ല, കാന്തനോട് കൂടെ കാന്തയുണ്ട്. ഹല്ലേലൂയ. നിസാര പദവിയിലല്ല, ഭരിക്കുന്ന കാന്തനൊപ്പം അതിൻ്റെ പാർട്ട്ണറായി തൻ്റെ തിരുസഭയുണ്ടാകും 1000 ആണ്ടിൽ, മില്ലേനിയത്തിൽ. അതുമാത്രമൊന്നുമല്ല, തീരെ നമുക്കുള്ളതല്ലെന്ന് പറയാൻ വയ്യ. ഒരു നല്ല ഉദാഹരണം കൊണ്ട് വേണം അത് തെളിയിക്കാൻ. എന്തിനാണ് 1000 ആണ്ട്? ധനാഢ്യനായ ഒരു രാജകുമാരൻ, പരസഹസ്രം കോടി ആസ്തിയുള്ള ഒരു മനുഷ്യൻ, ചെറ്റക്കുടിലിലെ നിർധനയായ, സൗന്ദര്യമില്ലാത്ത, കുലമഹിമയില്ലാത്ത ഒരു സാധു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമോ? കഴിച്ചു എന്ന് കരുതുക. ആ കഴിച്ച ധനാഢ്യൻ തൻ്റെ കൊട്ടാരം, തൻ്റെ മനോഹാരിത, തൻ്റെ ജീവിത പരിസരം എല്ലാം അവളെ പരിചയപ്പെടുത്തി. കാന്തന് തന്നോടുള്ള സ്നേഹം നിമിത്തം പറഞ്ഞു, ഇതെല്ലാം നിൻ്റെ. അതൊക്കെ ശരിയാണെങ്കിലും ഈ കാന്തന് തന്നോട് സ്നേഹമുണ്ടെങ്കിൽ അയാളെത്ര ധനാഢ്യനാണെങ്കിലും ചെയ്തിരിക്കേണ്ട ഒരു മിനിമം മര്യാദയുണ്ട്. എന്താ മര്യാദ? ഈ പെൺകുട്ടി പാർത്ത അവളുടെ ആ ചെറ്റക്കുടിലിൽ അവളോടുകൂടെ ഒരു ദിവസം പാർക്കണം. വേണ്ടേ? വേണോ? വേണം. അതൊരു മര്യാദയാണ്. ആരാണ് ഈ പെൺകുട്ടി? ആരാണ് ഈ യുഗപുരുഷൻ? നമ്മുടെ കർത്താവായ യേശു. ആരാണ് ഈ പെൺകുട്ടി? അവൻ്റെ തിരുസഭയാകുന്ന കാന്ത. തൻ്റെ തിരുസഭയാകുന്ന കാന്തയോടുകൂടെ ഈ ചെറ്റക്കുടലിൽ കാന്തൻ ഒരു ദിവസം പാർക്കുന്നതിൻ്റെ പേരാണ് സഹസ്രാബ്ദ വാഴ്ച, അഥവാ 1000 ആണ്ട് വാഴ്ച, മില്ലേനിയം. ഒരു ദിവസത്തെ പാർപ്പ്. അപകർഷതാബോധം കൊണ്ട് ആ കുട്ടി പറഞ്ഞു കാണും, അങ്ങൻ്റെ വീട്ടിൽ വരാൻ എനിക്കെന്താ യോഗ്യത? ഈ വീടിൻ്റെ പരിമിതിക്കുള്ളിൽ
അവൻ പറയും, നിന്നെ വീണ്ടെടുക്കാൻ അതിലും വലിയ ത്യാഗം, സ്വന്തം പ്രാണനെ കൊണ്ട് നിന്നെ ഞാൻ വീണ്ടെടുത്തെങ്കിൽ ഈ വീട് ഞാൻ ഉദ്ധരിക്കാൻ പോയാണ്. അങ്ങനെ ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മെയ്യുന്ന, പാമ്പുകളുടെ മാളത്തിൽ കൊച്ചുകുട്ടിയും കൈയിടുന്ന, പ്രതികാരങ്ങളില്ലാത്ത ഒരു പുതുലോകം അവൻ സ്ഥാപിക്കും. ഹല്ലേലൂയ. ഇതാണ് കൈ തൊടാതെ വന്ന കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. ഇതുവരെയുള്ള ജനാധിപത്യക്രമത്തെ, എട്ടാമനായി വന്ന എതിർക്രിസ്തുവിനെ, അവൻ്റെ പിണിയാടുകളെ നിശേഷം നശിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യമായി ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. ഈ രാജ്യത്തിൻ്റെ വരവിനെയാണ് യേശു പഠിപ്പിച്ചത്, നിന്റെ രാജ്യം വരണമേ, വരണമേ, വരണമേ. അപ്പം അത് പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? എല്ലാവരും പ്രാർത്ഥിക്കണോ? അതൊരു കുഴപ്പമില്ല. ഭൂമിയിൽ ഏറ്റവും അധികം ആളുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് എൻ്റെ രാജ്യം വരണമേ. ഞാൻ ആ പ്രാർത്ഥിക്കുന്നവരോടെല്ലാം എനിക്ക് ബഹുമാനം. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ വലിയതിരും ഒരു ദിവസം ആ രാജ്യം ഇങ്ങ് വരും. വന്നിട്ട് ചോദിക്കും, കയറുന്നില്ലേ? രാജ്യം വന്നു. പ്രാർത്ഥിച്ചാലൊന്നും അവിടെ കയറാൻ പറ്റില്ല. കർത്താവ് യേശുവിനെ കാന്തനായ ഹൃദയത്തിൽ സ്വീകരിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ്റെ രക്തവും സാക്ഷ്യവചനവും ഹേതുവായി ജയിച്ചവൻ, നിമജ്ജന സ്നാനം കൈക്കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിമജ്ജന സ്നാനം കൈക്കൊണ്ടവൻ, ആത്മാവിൻ്റെ എരിവോടെ നിന്നവൻ, അവർക്ക് വേണ്ടിയുള്ളതാണ് ക്രിസ്തുവിനോട് കൂടെയുള്ള ആ മനോഹരവാസം 1000 ആണ്ട്. 20-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം കണ്ടോ? പിടികിട്ടിയോ? എന്നാൽ കാര്യങ്ങൾ അതുകൊണ്ടൊന്നും തീരുമെന്നോർത്ത് ആരും സന്തോഷിച്ചിരിക്കണ്ട. അത് തീരുമ്പോൾ ഒരു ചെറിയ അലമ്പ്. 1000 ആണ്ട് വാഴ്ച തീരുന്ന ഒരു നല്ല രീതിയിലല്ല, ഒരു ചെറിയ അടി. ഞാൻ സാധാരണ പറയാറുണ്ട്, ഏത് കല്യാണ വീട്ടിലും ആ കല്യാണത്തിൻ്റെ മെയിൻ പ്രോഗ്രാം എല്ലാം കഴിയുമ്പോൾ ഒരു ചെറിയ അടി കണ്ടിട്ടുണ്ടോ? അല്ല, കണ്ടിട്ടുണ്ടോ? നമ്മുടെ എല്ലാം കല്യാണത്തിനും ഉണ്ടായിരുന്നില്ല ചെറിയ പെരുക്ക്. അത് പിന്നെ ഈ കുറിക്കകത്തൊന്നും എഴുതാറില്ല. എൻ്റെ മകൾ മെറീനായെ മാത്തുക്കുട്ടി കെട്ടുന്നു, ചെറിയൊരു പരിപാടി കാണും, കരുതി പോകണമെന്ന് പറഞ്ഞിരുന്നേ നമ്മളങ്ങനെ ചെന്നേന് അല്ലേ? പക്ഷെ ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കണം, ഇത് കഴിഞ്ഞ് ചെറിയ ഒരു പരിപാടിയുണ്ട്. നീ പന്തലിലോ ആഡിറ്റോറിയത്തിലോ നടന്നില്ലേലും അതിന് പുറത്തുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കല്യാണത്തിനൊന്ന് പ്രശ്നം ഉണ്ടാക്കുന്നില്ല ആരാന്നറിയോ? വീട്ടുകാരോ നാട്ടുകാരോ അല്ല, അടിമാലിയിൽ നിന്ന് വന്ന കുഞ്ചാൻ. മനസ്സിലാകുന്നോ? പിടികിട്ടിയോ? ഒല്ലൂരിൽ നിന്ന് വന്ന ചേട്ടൻ, കട്ടപ്പനയിൽ നിന്ന് വന്ന അളിയൻ, ഇവരായി അടി വെക്കുന്നതല്ല. നമ്മളെങ്ങാണ്ട് പിടിച്ച് മാറ്റിയാൽ പോരുമോ? അല്ല, പൂരം വെള്ളമായിട്ട് അവർ നിൽക്കുക, പിന്നെ നാട്ടിലെ പിള്ളേർ ആശീർവാദം പറഞ്ഞ് വിടുക. നമ്മളൊന്ന് കണ്ണടയ്ക്കും, അങ്ങനെയെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു ശമനം വരട്ടെ. അവരാകുമ്പോൾ പ്രശ്നമൊന്നുമില്ല, അവരത് ഡീസൻ്റായിട്ട് കൈകാര്യം ചെയ്ത് പാക്ക് ചെയ്തോളൂ. പുള്ളി കട്ടപ്പനയ്ക്കും പോയി പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞല്ലേ. കാന്തനോടുകൂടെ കാന്ത ജീവിച്ചു, ഒരു ദിവസം പിന്നിട്ടിട്ട് നമുക്ക് ഈ ഒരു ദിവസം പോലെ തോന്നുന്നില്ല, അതാ തീർന്നു. ആലസ്യം വിട്ട് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഒരു പുതിയ പരിപാടി. കാരണം 1000 ആണ്ട് വാഴ്ച നിരവധി ഭൂരാജാക്കന്മാരെ നിലനിർത്തിക്കൊണ്ട് അവർ കീഴടങ്ങുക ചെയ്ത് അവരെ യേശുവിന് കപ്പം കൊടുത്തും വിധേയപ്പെട്ടും അങ്ങനെ പാർക്കാനാണ് ഇടവരുത്തിയത്. എന്നാൽ 1000 ആണ്ട് കഴിഞ്ഞപ്പോൾ സാത്താനെ ചങ്ങലയിൽ നിന്ന് അഴിച്ചു വിട്ടു. അവനെ അഴിച്ചു വിട്ടു. നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ തീറ്റ കൊടുക്കാൻ ഇട്ടിട്ട് അവനെ അഴിച്ചു വിട്ടാൽ അവൻ്റെ പോക്ക് കണ്ടിട്ടുണ്ടോ? നമ്മൾ വളർത്തുന്നതൊക്കെ അങ്ങനെ ഒന്ന് അഴിച്ചു വിട്ടേ, ഭയങ്കര മിനിസ്ട്രി ആയിരിക്കും. പിന്നെ ഹൗസ് വിസിറ്റിങ് പോവാണ്, കണ്ട വഴിക്കല്ല, ഓടി തുടലും കൊണ്ട് ഓടിയിട്ട് മിനിസ്ട്രി എല്ലാം ചെയ്തിട്ട് തിരിച്ചൊരു വരവ്, ക്ഷീണിച്ചവശനായിട്ട് വരവ്. കിട്ടുന്ന ആ പോക്കിൽ സകലത് നശിപ്പിച്ചു പോകും പോലെ ഈ ദുരാത്മാവായവൻ, പിശാചായവൻ, പഴയ പാമ്പായവൻ തനിക്ക് പറ്റിയ ആളുകളെ നോട്ടവിടും. ചർച്ച അല്ലത്. 1000 ആണ്ട് വാഴ്ചയിലെ ചർച്ച് ഇതര നിവാസികളിൽ രാജാക്കന്മാരുണ്ട്. നമ്മൾ കാന്തയാണ് ക്രിസ്തുവിനോട് കൂടെ. അവിടെ നാട്ടുരാജാക്കന്മാരായി ഭവിക്കുന്ന ആളുകളെ സ്വാധീനിച്ചിട്ട് അവൻ പറഞ്ഞു കൊടുക്കും, നമുക്ക് ഈ ഭരണത്തിലൊരു മാറ്റം വരുത്തണം. എന്നും ഇങ്ങനെയാണെങ്കിൽ അതിലൊരു സന്തോഷമില്ലല്ലോ, നമുക്കൂടൊക്കെ കിട്ടുന്നൊരു ചാൻസ്.
എക്കാലത്തും മനുഷ്യനെ തകർത്ത് കളഞ്ഞത് അധികാരമോഹമാണ്. അതുകൊണ്ട് അതിൻ്റെ നേരിയ ചിന്ത മനസ്സിൽ വരുമ്പോഴേ പ്രാർത്ഥിച്ചോണം ദൈവമക്കൾ. തകരാൻ അതിപ്പോഴൊന്നും വേണ്ട. ഹല്ലേലൂയ. നമ്മുടെ പ്രസിഡൻ്റോ സെക്രട്ടറി ഒന്നും ആയില്ലെങ്കിലും അങ്ങ് ചെല്ലണമെന്നുള്ളൊരാഗ്രഹത്തിൽ വേണം മുമ്പോട്ട് പോകാൻ. ഹല്ലേലൂയ. ചുരുക്കത്തിൽ എന്തു പറ്റി? അവനിങ്ങനെ സ്വാധീനിക്കുന്ന രംഗം നമുക്കൊന്ന് വായിച്ചു പോകാം. ഉപദേശി കള്ളം പറയാന്നോർത്തിരിക്കണ്ട, വായിക്കാം. സങ്കീർത്തനം 2:1 മുതൽ വായിച്ചാട്ടെ. ജാതികൾ കലഹിക്കുന്നതും ഇവിടെ പറഞ്ഞ നേഷൻസ് അവരുടെ കലഹം കണ്ടു. ഇത്തരം ആളുകൾ യേശുവിന് കീഴടങ്ങി ഒരിക്കൽ പോയ രാഷ്ട്രങ്ങൾ പിശാച് വീണ്ടും അഴിച്ചുവിടപ്പെട്ട ഘട്ടത്തിൽ അവരാൽ സ്വാധീനിക്കപ്പെട്ട് ജാതികൾ കലഹിക്കുന്നതും പിന്നെ വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? നടക്കാത്ത കാര്യം നിരൂപിക്കാതെന്ന് ദാവീദ് ആത്മാവിൽ ഇവരോട് ദൂത് പറയാം. നടക്കുകയല്ലത്. യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഗോഡ് അപ്പോയിന്റഡ് വൺ മശീഹയ്ക്കെതിരെ ഇവരെന്തിനു കൂട്ടം കൂടുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ചു. ഒന്നുകൂടെ പറഞ്ഞേ. ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. നമുക്ക് ഈ ഭരണമൊക്കെ ഒന്ന് മാറ്റി നമുക്കൂടെ ഒരു ചാൻസ് കിട്ടാൻ പാകത്തിനുള്ള ഒരു പൊളിറ്റിക്സ് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ വസിക്കുന്ന ഒരാളുണ്ട്, ഭൂമിയിൽ വസിക്കുന്ന ഒരാളുമുണ്ട്. ഭൂമിയിൽ പുത്രൻ വസിക്കുമ്പോൾ പിതാവ് സ്വർഗത്തിൽ വസിക്കുക. ഇത് കണ്ടിട്ട് സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. കർത്താവ് അവരെ നോക്കി, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും. അന്ന് പിതാവിന്റെ അരുളപ്പാട് കോപത്തോടെ ദാവീദ് മുൻകൂട്ടി പറയുക. ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ആലോചന നടത്തുമ്പോഴേ ഭ്രമിപ്പിക്കും. പിന്നെ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഇതിനെ ഞാൻ മലകളുടെ കണക്കൊക്കെ ആദ്യത്തെ ദിവസം പറഞ്ഞത്. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ ഒരു രാജാവാകുന്ന ക്രിസ്തുവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. ഞാനൊരു ഡിറ്റർമിനേഷനായി പറയുന്നത്, ഞാനൊരു നിർണയം, ഞാനൊരു തീരുമാനം. നമുക്കൊക്കെ അഭിപ്രായമാണ് പറയാൻ പറ്റുന്നെങ്കിൽ തീരുമാനം പറയാൻ പറ്റുന്നവൻ ഒരുവനേ ഉള്ളൂ. ഞാനൊരു നിർണയം പ്രസ്താവിച്ചിരിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ. അപ്പോൾ ഈ വാഴിച്ചവനെ കുറിച്ച് യഹോവ അരുളി ചെയ്തൊരു കാര്യം, നീ എൻ്റെ പുത്രൻ. പിന്നെ ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്തോ ഇത്? ഈ വാക്യത്തിൽ വലിയ അപകടമില്ലെന്ന് നമുക്ക് തോന്നും. ഞാനിത് യേശുനാമക്കാരോടും യഹോവ വിറ്റ്നസിനോടും ഇങ്ങനെയുള്ള യേശു സൃഷ്ടിയാണെന്ന് വാദിക്കുന്ന ആളുകളോട് അവരെടുക്കുന്നൊരു വാക്യം വെച്ച് തന്നെ പറയുന്നൊരു സംഭവമാണ്. കേട്ടാട്ടെ, ഈ വാക്യം എങ്ങനൊരു മനുഷ്യന് യോജിക്കും? ഞാൻ അതിനൊരു തെളിവാണ് ഒരു ലൈവിൽ കൊടുത്തത്. ഞാൻ മുൻകൂടി ട്രെയിൻ ചെയ്തൊന്നും അല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അതിൻ്റെ ഒരു തെളിവ് ഇപ്പം ഞാൻ തരാം. ഈ വാക്യത്തിൽ ലൈവിലുണ്ടത്. ഞാൻ എൻ്റെ മോനെ വിളി പറഞ്ഞു, പപ്പ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം, മറുപടി പറയണം. നീ എൻ്റെ പുത്രൻ. അവൻ പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. ശരിയാണോ? അങ്ങനെ ജനിക്കണം ഒറ്റ വഴിയുള്ളൂ, ഞാനും അവനും കൂടെ ഒരു ദിവസം ജനിക്കണം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റുന്നേ? ഇത് പിടികിട്ടിയില്ല. ആ തെറ്റ് മനസ്സിലായോ? പിടികിട്ടിയോ? മനുഷ്യനെ കൊണ്ട് കഴിയാത്ത കാര്യം. ശരിയാണോ? മനുഷ്യന് സംഭവിക്കാത്ത കാര്യം ഇപ്പം മനുഷ്യൻ്റെ കാര്യമല്ല. അപ്പം പിന്നെ ഇതെന്താ? പുത്രൻ ഓൾറെഡി ഉണ്ട്. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. ഞാൻ ക്ലാസ് എടുക്കുന്നിടൊക്കെ ചോദിക്കും, ഇതിന് ഉത്തരം പറയാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ, ഈ ജനനം എപ്പോഴാണ്? ഞാൻ പറയാം ജനനം എപ്പോഴാന്ന്. ഞാനൊരു തൃത്വ നിഷേധിയോട് പറയുന്ന യൂട്യൂബിൽ കിടപ്പോട്ട് നോക്കിക്കോ, ഏകദേശം ഡേറ്റും പറയാം. മനുഷ്യൻ അംഗീകരിക്കുന്ന ഡേറ്റ്
പറയാവോ? നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. കർത്താവാന്ന് മനസ്സിലായല്ലോ. പിതാവ് യേശുവിനെ കുറിച്ച് പറയുന്ന എന്ന്. എന്നാ ജനനം എവിടാന്ന് പറഞ്ഞാൽ മതി. ഡേറ്റ് ഒന്നും പറഞ്ഞില്ലേ? എവിടെയാ പറഞ്ഞോ? അയ്യോ, എവിടാന്ന് ഓർമ്മയില്ല. ഇത് എന്തിനെക്കുറിച്ചാ? ബർത്ത് ഓഫ് ക്രൈസ്റ്റ് ആണോ? ആദ്യം കേട്ടോ, അല്ലെന്ന്. നമ്മുടെ കർത്താവിൻ്റെ മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് ഈ പറയുന്നത്. അത് വെറുതെ കേട്ടാൽ പോരാ, വാക്യം വെച്ച് തെളിയിച്ചു പോന്നേ. വായിക്കുക, അപ്പോസ്തല പ്രവൃത്തി 13:32. അവിടെ കിടപ്പുണ്ട് ഉത്തരം കറക്റ്റ്. 13:32. പെട്ടെന്ന്. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു. ഈ രണ്ടാം സങ്കീർത്തനത്തിൽ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. അത് യേശുവിനെ ഉയർപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചു. പിന്നെ എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതുകൊണ്ട് മാത്രം വിശ്വസിക്കേണ്ടതായിട്ട് വായിച്ചേ. നേരാണോന്ന്? നീ എൻ്റെ പുത്രൻ, നീ എൻ്റെ പുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവൻ അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരം ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതിനെ കുറിച്ചാണെന്നിത്. ഇപ്പൊ സംശയം മാറിയോ? ഉയർപ്പാണ് റിസറക്ഷൻ. അപ്പോൾ ഈ റിസറക്ഷനെ ജനനം എന്ന് പറയാമോ? പറയാം. എന്താ കാര്യം? മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവനും. കർത്താവ് മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ വേറെ, ഉയർത്തവൻ വേറെ. നിങ്ങൾക്ക് പറയാൻ ഇഷ്ടം പോലെ ഉയർത്തവരുടെ കാര്യം എനിക്കും പറയാറുണ്ട്. യായിറോസിൻ്റെ മകളുണ്ട്, പിന്നെ നായിനിലെ വിധവയുടെ മകനുണ്ട്, യായിറോസിൻ്റെ മകളുണ്ട്, ബെഥാനിയിലെ ലാസറുണ്ട്, പഴയ നിയമത്തിൽ പ്രവാചക ശിഷ്യൻ്റെ മകനുണ്ട്, പലരും ഉണ്ടങ്ങനെ. പക്ഷേ ഇവരാരും മരിച്ചവരിൽ നിന്ന് ജനിച്ചതല്ല, ഉയർപ്പിച്ചതാണെങ്കിൽ ഇവൻ ഉയർക്കുകയാണ്, സ്വയം ഉയർക്കുന്നവനാണ്. ഒരു ജനനമെന്നർത്ഥത്തിൽ ഇവിടെ പ്രകടമാക്കുമ്പോൾ വചനം പറയുന്നു, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അർത്ഥം പിടിയിട്ടില്ല ദൈവമക്കളെ? സ്തോത്രം. അപ്പോൾ അവൻ ഉയർത്തു, അതാ ഇവിടെ ജനനം എന്ന് പറഞ്ഞത്. അത് പിടിയിട്ടോ? മനസ്സിലായോ? ഇനി സങ്കീർത്തനം 2 വാക്കിലേക്ക് പോകാം. നീ എൻ്റെ പുത്രൻ, നീ എൻ്റെ പുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും. പുത്രനെ വെറുതെ വിട്ടല്ല പിതാവ്. എന്നോട് ചോദിക്കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. പിന്നെ ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും. പിന്നെ കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ. അപ്പോൾ യേശുവിൻ്റെ അധികാര പരിധി പിതാവ് നിർണയിച്ചിട്ട് ഭൂരാജാക്കന്മാർ കലകിച്ചു വരുന്ന പുള്ളോട് പറയുക, ആകയാൽ ഭൂമിയിലെ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ. ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ. നിങ്ങൾ ഈ ഉപദേശം കൈക്കൊള്ളാൻ ദാവീദ് ആത്മാവിൽ പറയാം. എന്തോ ചെയ്യണമെന്ന് ദാവീദ് പറഞ്ഞു വരുന്നു കേട്ടോ. വായിച്ചോ. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ. ഇത് തിരുത്താൻ ഒരു വഴിയുണ്ട്. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ. പിന്നെ വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. പിന്നെ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ. പുത്രന് നേരെ കലാപ കൊടിയുർത്തി വരുമല്ലോ. എണ്ണത്തിൽ കടൽക്കരയിലെ മണൽ പോലെ പെരുപ്പമുള്ളൊരു സംഖ്യയുമായി ഗോഗ് മാഗോഗ് എന്ന പേരിൽ കടന്നു വരുന്ന ആ സൈന്യത്തെ മുഴുവൻ നോക്കിയിട്ട് പറയുക, നീ നശിക്കാൻ ഒറ്റ വഴിയുള്ളൂ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രൻ്റെ അധികാരവും അവകാശമൊക്കെ അംഗീകരിച്ച് പുത്രനായ ക്രിസ്തുവിനെ ചുംബിക്കണമെന്ന്, അവൻ്റെ കാൽ കീഴിൽ ചെന്ന് വീഴണം. വേറൊരു വഴിയില്ല. ഇതാ യേശു പറഞ്ഞു, എന്നാണ് സകല മുഴങ്കാലുകളും എൻ്റെ മുമ്പാകെ മടങ്ങും. അവൻ്റെ മുമ്പാകെ മടങ്ങാത്ത ഒരു മുഴങ്കാലുമില്ല. മുൻകൂട്ടി തിരിച്ചറിഞ്ഞവനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചത് അവിടുത്തെ കരുണയും വാത്സല്യവും കൃപ
പുകയുവാണെങ്കിൽ ഉലകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഉലകത്തിന്റെ നാഥനായ യേശു കർത്താവിനെ ആരാധിക്കാനും അവന്റെ മുമ്പിൽ കീഴടങ്ങാനും കിട്ടിയ ഭാഗ്യമെങ്കിൽ ഉലകമേ കാത്തിരിക്കുക. ലോകം മുഴുവൻ എന്നാണ് എൻ്റെ മുമ്പാകെ സകല മുഴങ്കാലും മടങ്ങിയവൻ്റെ മുമ്പിൽ മടങ്ങുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. 1000 ആണ്ട് വാഴ്ചയുടെ പരിസമാപ്തി ഘട്ടം. അത് വ്യക്തമായോ? 2-ാം സങ്കീർത്തനത്തിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ 19 കല്യാണം കഴിഞ്ഞ് 20 താമസം ആരംഭിച്ചപ്പോഴേക്ക് അതിൻ്റെ അവസാന ഘട്ടം അടിയുടെ ഫിനിഷിംഗ് പോയിന്റിൽ ഒന്നും സംഭവിക്കില്ല. എന്താ കാര്യം? അതാ പറഞ്ഞത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കാൻ. എന്താ കാര്യം? പണ്ട് കാൽവയുടെ കൊലമരത്തിൽ പിതാവ് പുത്രനെ കൈവിട്ടതാ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക്. അവൻ വിവാഹിതനായി രാജാധികാരം ഏറ്റെടുത്ത് അവൻ മശികയായി ഉലകത്തെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ഇതാ വരുന്ന ശത്രുവിനെ കണ്ടിട്ട് പിതാവ് പറയുക, അവിടെ ഇരി, ഞാൻ ന്യായവിധി നടത്തും. പിതാവ് ഏറ്റെടുക്കുന്ന ന്യായവിധി സാത്താനെയും അവൻ്റെ പിണിയാളുകളെയും പിടിച്ചു കെട്ടി ഒരു തട്ട്. വായിച്ചു 20 അധ്യായത്തിലേക്ക് വരാം. 7-ാം വാക്യം. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായിട്ട് കൂട്ടിച്ചേർക്കേണ്ടതിന്. രൂപക ഭാഷയിൽ പറയുന്നതാണ്. മുഴുവൻ മനുഷ്യരെയും അതിലെ വലിയൊരു സമൂഹത്തെ യേശുവിനെതിരെ കൂട്ടിച്ചേർക്കും. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. പ്രിയ നഗരത്തെ വളയും യെരൂശലേമിനെ. പിന്നെ എന്നാൽ ആകാശത്തു നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. ആകാശത്തിലെ തീയിറങ്ങി പിതാവ് ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തും. എന്നിട്ട് അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? നമ്മൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റന്മാർ അഡ്വാൻസ്ഡായിട്ട് അവിടെ പോയി. 1000 ആണ്ട് കഴിഞ്ഞപ്പോൾ ഉണ്ട് മെയിൻ പുള്ളി താഴോട്ട് വീഴുന്ന കണ്ടുകൊണ്ട് ഇവർ ചോദിക്കുകയാണ്, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് നിലത്ത് വീണതെങ്ങനെ? ഇന്നാ വെട്ടുവേട്ടായത്. പിടികിട്ടിയോ? സംഭവം പിടികിട്ടിയോ? ഇപ്പം 3 പേരും അവിടെ ചെന്നു. സാറ്റനിക് ട്രിനിറ്റി മുഴുവൻ എവിടെത്തി? പാതാളത്തിൽ. ഇതിനാ ഗദരദേശത്തെ ഭൂതരത്വം പറഞ്ഞത്, ഞങ്ങളെ ഇപ്പോൾ പാതാളത്തിലോട്ട് വിടരുതെന്ന്. കാരണം അത് ഓപ്പണിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. തൽക്കാലം എങ്ങോട്ട് പോക്കോളാം? പന്നികളിലേക്ക്. പിശാചി കയറിയപ്പോൾ പന്നി പോലും പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ അല്ലേ? സാത്താൻ കയറി കഴിഞ്ഞാൽ പന്നി പോലും തീരുമാനിച്ചു ഇനിയൊരു ജീവിതം വേണ്ടെന്ന്, ആത്മഹത്യ ചെയ്യുക. എന്നിട്ടും ചിലർ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നല്ലോ എന്നാണ് എൻ്റെ ഒരു ആശങ്ക. ഇവിടങ്ങുമല്ല, മൊത്തത്തിലെടുത്താലേ അല്ലേ? ഈ സുകുമാർ അഴീക്കോടിനോടൊരിക്കൽ കേരളത്തിൽ ആത്മഹത്യ പെരുകുന്ന കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് കാരണം നിസാരമാണ്. ആത്മഹത്യ ചെയ്യേണ്ട പലരും അത് ചെയ്യുന്നില്ല, അതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത പലരും ചെയ്യേണ്ടി വരുന്നു. മനസ്സിലായോ? ഇതേണ്ട വീണു. പിശാചിനെ പിടിച്ചു കെട്ടി അങ്ങോട്ട് തള്ളി. ലേക്ക് ഓഫ് ഫയർ, ഗന്ധക തീപ്പൊയ്കയിൽ. അവർ പോട്ടെ, അത് തീർന്ന്. എന്നാൽ പ്രോഗ്രാം തീർന്നില്ല, എന്നാലും പരിപാടി കിടക്കാണ്. വായിച്ചേ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും. അടുത്ത പാരഗ്രാഫ് അതല്ലേ? ഞാനൊരു വെള്ളസിംഹാസനം കണ്ടു. മറ്റേ ന്യായാസനം അല്ല ഇത് കേട്ടോ. അത് പ്രതിഫലങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇത് ന്യായവിധിക്ക് വേണ്ടിയാണ്. ഓക്കെ, നീതിമാന്മാരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല. ഇത്തരം ചില കോർട്ട് മാറാൻ പോവാണ്. ചില പ്രത്യേകതരം കേസുകൾ ട്രയൽ ചെയ്യാൻ പ്രത്യേക കോർട്ടാണ്. ന്യായാസനം പൊതിയത് വെച്ചിരിക്കുകയാണ്. വായിച്ചോ. അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. പിന്നെ അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. ഭൂമിയും ആകാശവും ഓടിപ്പോയി ന്യായവിധി നടത്തുമ്പോൾ. പിന്നെ അവയെ പിന്നെ കണ്ടില്ല. അവയെ പിന്നെ കണ്ടില്ല. പിന്നെ മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. ഭൂമി ആകാശവും പോയി കഴിഞ്ഞിട്ട് പിന്നെ എവിടെ നിന്നെന്നാ ചോദ്യം അല്ലേ? 21 കിടപ്പോട്ട് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടെന്നു. അത് പിന്നെ മതി. അപ്പോൾ ദാ അവൻ്റെ മുമ്പിൽ നിന്ന് ആകാശം ഓടിപ്പോയി. കാരണം ഇത്രയും തിന്മ പ്രവർത്തിച്ച ഭൂമിക്ക്, രക്തം വീണ് മലിനമായ ഭൂമിക്ക് അവൻ ന്യായവിധി നടക്കുമ്പോൾ നിൽക്കാൻ ത്രാണിയില്ല.
ആകാശം ഈ കാഴ്ച കണ്ട് നിൽക്കുക, ദൃക്സാക്ഷിയായി, കർമ്മസാക്ഷിയായി ഇതെല്ലാം കണ്ടു നിന്ന ആകാശമണ്ഡലം പുസ്തക ചുരുട്ടും പോലെ മാറിപ്പോയി. പിന്നെ പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങൾ എന്ന ബഹുവചനമാണ് പറയുന്നത്. പുസ്തകങ്ങൾ തുറന്നു. ബിബ്ലോസ്, ബിബ്ലിയ, ബുക്കുകൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത് നിത്യജീവൻ പ്രാപിച്ചവൻ്റെ പേരെഴുതിയ പുസ്തകമാണ്. ഓക്കെ, ജീവന്റെ പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധിയുണ്ടായി. മരിച്ച ഓരോരുത്തൻ്റെ പ്രവൃത്തിക്കടുത്ത ന്യായവിധി. നമ്മുടെ ഒന്നും കാര്യമല്ല, രക്ഷാനുഭവം പ്രാപിച്ചവൻ്റെ കാര്യമല്ല. കാരണം 1000 ആണ്ട് വാഴ്ചയൊക്കെ കഴിഞ്ഞു, കാലം ഇഞ്ഞു കഴിഞ്ഞു. പിന്നെ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ തട്ടിപ്പോയ ആളുകളെല്ലാം കൂടെ സമുദ്രം പറഞ്ഞു, ഇവിടെ കിടപ്പുണ്ട്, പോയിട്ടില്ല, കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരിച്ചവരെ അങ്ങോട്ട് തട്ടി. ഇതാ ഇവിടെ ഉണ്ട്. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. മരണത്തെയും പാതാളത്തെയും തള്ളിയിട്ടു. അവരുടെ പ്രവൃത്തിക്കടുത്ത ശിക്ഷ. പക്ഷെ അതിൽ ഒരു വിധത്തിലും രക്ഷയ്ക്ക് വഴിയില്ലാത്ത ശിക്ഷണ നടപടിയാണത്. ചിലതരം തെറ്റുകൾക്ക് ഒരു വിധത്തിലും ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളടുത്ത കാലത്ത് കണ്ടോ, ചീഫ് മിനിസ്റ്ററെ കൊല്ലും എന്നൊക്കെ പറഞ്ഞൊരു ചേട്ടൻ വെള്ളം അടിച്ചിട്ട് കണ്ട് വിളിച്ചു പറഞ്ഞാൽ ലൈവ് കൊടുത്ത ഉമ്മ വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട നേരത്തിന് ലൈവാന്നും പറഞ്ഞ് സംഗതി അടിച്ചു വിട്ടു. ഇത് കേസ് വന്നു. അപ്പോൾ ആ കേസ് CM നോക്കിയാൽ പിൻവലിക്കാൻ പറ്റില്ല. CM അങ്ങ് ക്ഷമിക്കുക, അത് പോട്ടെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം CMൻ്റെ സുരക്ഷ ഒരുക്കുന്ന ഒരു സംവിധാനം അതിനെ വ്യാഖ്യാനിക്കുന്നത് ചിലപ്പോൾ ഇത് നേരാകാം, ചിലപ്പോൾ കള്ളവാകാം. അത് കണ്ടുപിടിക്കും വരെ ഇവൻ പ്രതിയാ. മനസ്സിലായോ? നേരാകാം. ചെറിയൊരു സാധ്യത നേരാകാനുണ്ട്, ചെറിയൊരു സാധ്യത അവൻ നിഷ്കളങ്കനാകാനുണ്ട്. ഇത് പഠിക്കണം. നേരോ കള്ളവോ എന്നൊക്കെ പഠിച്ച് CMൻ്റെ സുരക്ഷ ഒരുക്കുന്ന ആ സംവിധാനത്തിന്. അതുകൊണ്ടാണ് അധിപതിക്കെതിരെ വീട്ടിലിരുന്ന് പോലും ശപിക്കരുതെന്ന് സഭാപ്രസംഗി പണ്ടേ പറഞ്ഞാണ്. ബൈബിൾ പഠിക്ക്. പിടികിട്ടിയോ? ചിലരം കേസുകൾക്ക് അങ്ങനെ പറ്റില്ല. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന എല്ലാ കേസും നമുക്ക് തീർക്കാം. സിവിൽ കേസായിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും തമ്മി വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്നൊരു അതിർത്തി തർക്കം പോയി സുപ്രീം കോർട്ട് വരെ പോയി. അവിടെ ഒന്നും പോകത്തില്ല. കാരണം ഇത് കിടക്കും സിവിൽ കേസ്. ഞാൻ ഇടപെട്ട് പറഞ്ഞു, നമ്മൾ ഈ കാശെല്ലാം കളഞ്ഞ് ഇത് പോകാതെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾക്ക് താല്പര്യമാണോ? അതെ. ഞാൻ മധ്യസ്ഥ അണച്ചുകൊണ്ട് പ്രശ്നം തീർത്തിട്ട് കോർട്ടിനെ അറിയിക്കുകയാണ്. ഞങ്ങൾ ഒത്തു തീർന്നു. പ്രശ്നം തീർന്നു. എന്താ നിങ്ങൾക്ക് 2 പേർക്കും പ്രശ്നമില്ലേ? കോർട്ടിനെന്താ പ്രശ്നം? പോകോ. നടപടിക്രമമുണ്ട്, അതെല്ലാം ഒന്ന് പൂർത്തീകരിച്ച് ഒപ്പിട്ട് വക്കീലന്മാരോട് ബൈ പറഞ്ഞ് പോകാം. ഒരു കുഴപ്പമില്ല. എന്നാൽ ഞാൻ ഒരു കൊലപാതക കേസ് ഒത്തുതീർപ്പിലാക്കാൻ വന്നെന്ന് കൂട്ടിക്കോ. എന്താ വിഷയം? അത് പുള്ളിക്കാരൻ ഒരു കോപത്തിൻ്റെ പേര് തല്ലി പുള്ളിക്കാരി തട്ടിപ്പോയി. ഞാൻ അങ്ങനെ പറയാം, സാരമില്ല, അന്നേരത്തെ ഒരു ഇതിന് ചെയ്തതല്ലേ, അത് ഞാൻ പരിഹരിക്കാം. വീട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനത് തീർത്ത് കേട്ടോ. നടക്കുമോ? നടക്കുകയില്ല. അത് ക്രിമിനൽ പരിപാടി മാറി. ഞാൻ തീർത്താൽ എന്ത് ചെയ്യില്ല. അവൻ പറയാ, നമ്മളെല്ലാം മനുഷ്യരല്ലേ സാറേ, അന്നേരത്തെ ഒരു കോപത്തിന് ഞാനങ്ങ് തല്ലി, അത് തീർന്നു, സാറത് കാര്യമായിട്ട് എടുക്കണ്ട. കേൾക്കുമോ? ഇല്ല, കളി മാറും. ഇത് ക്രിമിനലാണ്. എന്നാൽ രക്ഷിക്കാൻ കഴിയാത്തൊരു ഘട്ടമാണ്. മരിച്ചവർ ആഭാലവൃത്തം വന്നിരിക്കുന്ന ഇടമാണ്. ദുഷ്ടന്മാരുടെ മരണമാണ്. ഹിറ്റ്ലറെ പോലുള്ളവനൊക്കെ വരേണ്ട ഇടമാണ്. മനുഷ്യരാശിയെ മുഴുവൻ തകർത്ത് കളഞ്ഞ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെ നശിപ്പിച്ച ആളുകളും മാരകായുധങ്ങൾ കൈകാര്യം ചെയ്തവരും മാനസാന്തരമില്ലാത്തവരും ക്ഷുദ്രപ്പണിക്കാരും ബിംബാരാധികളും പ്രതിമകളെ ആരാധിക്കുന്നവരും വോക്ക് പറയുന്നവരും അവർക്കൊക്കെ ഉള്ള ഓഹരിയാണ് ഈ സ്ഥലമെന്ന് ഓർത്തുകൊള്ളണം. നമ്മുടെ ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ പരിസരവാസികളോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളണം രക്ഷാനുഭവത്തിലേക്ക് വരാൻ. രക്ഷാനുഭവത്തിലേക്ക് വരാത്ത ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. സകല ശിക്ഷകളെയും പരിഹരിക്കുന്നത് യേശുവിൻ്റെ പുണ്യാകരക്തമാണ്. ആ പുണ്യാകരക്തത്താൽ വിടുതൽ കിട്ടാത്തവരെ മാത്രം പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണിത്. വെള്ളസിംഹാസനം. വെള്ളസിംഹാസന ന്യായവിധി. ഒരു വിധത്തിലും രക്ഷയ്ക്ക് വഴിയില്ല. ശിക്ഷ മാത്രം. അതുകൊണ്ട് ഈ ശിക്ഷയുടെ കാഠിന്യത്തിൻ്റെ ഭീകരതയുടെ വിപരീത ദിശയിലാണ് യേശുവിൻ്റെ ക്രൂശീകരണം. ദൈവക്രോധത്തിൻ്റെ തീച്ചുളയിൽ അവൻ വെന്തെരിഞ്ഞ് സ്വയം സമർപ്പിച്ചത് കണ്ട് എബ്രായക്കാരൻ പറയാണ്, ഇത്ര
ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ഈ തീച്ചുളയിൽ നിന്ന് നാം എങ്ങനെയാണ് തെറ്റി ഒഴിയുക? ഹൗ ഗ്രേറ്റ് സാൽവേഷൻ വി ഹാവ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ എത്ര വലുതാണെന്ന്. ഓക്കെ, അപ്പോൾ അവനെ പിടിച്ചു തട്ടി. 1000 ആണ്ട് വായിച്ച കഴിഞ്ഞു. നെക്സ്റ്റ് വായിച്ചോളൂ. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. പാപത്തിൻ്റെ ശമ്പളമായി വന്ന മരണത്തെ, മരണത്തെയും പാതാളത്തെയും പിടിച്ച് എങ്ങോട്ട് തട്ടി? തീപ്പൊയ്കയിൽ. വേസ്റ്റെല്ലാം ഇട്ട് കത്തിക്കുന്ന ഇടത്തേക്ക് തള്ളി. പിന്നെ ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഇത് രണ്ടാം മരണം. ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, ഒരു തവണ മാത്രം ജനിച്ചവന് 2 മരണം, 2 തവണ ജനിച്ചവൻ 1 മരണം. അതാ ക്രിസ്തീയ വിശ്വാസം. പിടികിട്ടിയ അർത്ഥം? 2 തവണ ജനിച്ച എനിക്ക് നിങ്ങൾക്ക് 1 മരണം, 1 തവണ മാത്രം ജനിച്ചവന് 2 മരണം. മനസ്സിലായോ? അതേ കണ്ടേ. ബാക്കിയോ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത്ര കാര്യമുള്ളൂ. പുസ്തകത്തിൽ പേരുണ്ടോ? ഇല്ല. തട്ടിപ്പോയി, തള്ളിയിടും. പിന്നെ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഡീറ്റെയിൽ സ്റ്റഡി വരുന്നു അടുത്ത ദിവസം. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പൊന്നും മനസ്സിലായോ? അതിലേക്ക് നമുക്ക് മാറ്റിവെക്കേണ്ട ചില വിഷയങ്ങളും വസ്തുതകളും ഉണ്ട്. അപ്പോൾ നമുക്ക് 1 മുതൽ കയറി വരാം. അടുക്കും ചിട്ടയിലും സംഭവം ഒന്ന് പോകാം. അവിടെ ഇവിടെയൊക്കെ ചെതറിക്കിടക്കുന്ന ആശയങ്ങളെ ഒരു ഫ്രെയിമിനുള്ളിൽ എത്തിക്കാം. വിഷയങ്ങൾ പല വഴിക്ക് പഠിച്ചു. ഓർഡറിൽ നമുക്കൊന്ന് പോകണം. എന്നിട്ട് 21, 22 അടുത്ത ദിവസങ്ങളിലേക്ക്. ഒരു ക്ലാസ്സല്ല ഉള്ളത് ഇനി. നാളെ നാളെ സമയമുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട സംഭവങ്ങളുടെ തുടക്കം മുതൽ ഒന്ന് പറയാം. നാളെ ഒന്നുകൂടെ പറയാം. സഹോദരങ്ങളെ, പാപിയായ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനായി ദൈവം വച്ചിട്ടുള്ള ഒരേ ഒരു പദ്ധതി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. ക്രൂശ് മരണത്താൽ ആണ് നമുക്ക് രക്ഷ. ആദമ്യകുലത്തിൻ്റെ പാപത്തിന് ശേഷം തിരസ്കരിക്കപ്പെട്ട മനുഷ്യൻ കൂടുതൽ പാപിയായി പാപം പെരുക്കി വരും കാലത്ത് നിമ്രോദ് എന്ന ഒരുവൻ ബാബിലോൺ എന്ന നഗരത്തെ കേന്ദ്രീകരിച്ച് ആൾദൈവ ആരാധനയും ദുർമാർഗവൃത്തിയും ആരംഭിച്ചു. അവൻ്റെ ഭാര്യ മലീമസമായ ജീവിത സാഹചര്യത്തിലേക്ക് പോയി. അവൻ കൊല്ലപ്പെട്ടു. ഭാര്യ ഒരു ജാരസന്തതിക്ക് പിന്നെ ജന്മം കൊടുത്തു. അവയെല്ലാം ദൈവവൽക്കരിച്ച് ആരാധിക്കുന്ന സ്ഥിതി അവിടെ ഉണ്ടായപ്പോൾ സത്യദൈവത്തെ നിഷേധിക്കുന്ന ഭൂമിയിലെ ആദ്യ മനുഷ്യ ശബ്ദം ഒരു മതമെന്ന നിലയിൽ നമ്മൾ കേട്ടു. അങ്ങനെ വന്ന ആ സമൂഹത്തിൽ നിന്ന് ദൈവം ഒരുവനെ വിളിച്ചിറക്കി, അബ്രഹാം സത്യദൈവത്തിൻ്റെ പാത തേടി ദൈവശില്പിയായി നിർമ്മിച്ച നഗരം കൺപാർത്ത് യാത്ര ചെയ്തു. ആ വരും വഴിക്ക് 14-ാം തലമുറയിൽ ഒരേക സത്യ ദൈവ ആരാധന ശക്തിപ്പെട്ടുകൊണ്ട് ദാവീദിൻ്റെ മകനായ സോളമൻ ദ ഗ്രേറ്റിൻ്റെ കാലത്ത് ഒരു ദേവാലയം തലപൊക്കി. അതിനും കാലങ്ങൾക്കപ്പുറത്ത് സമാഗമന കൂടാരങ്ങളിലൂടെ ദൈവ സാന്നിധ്യം ഉലകം കണ്ടു, ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് വീണ്ടും ഇസ്രയേൽ മക്കൾ പിന്മാറി പഴയ ബാബിലോണിലേക്ക് അടിമകളായി പിടിക്കപ്പെട്ടു. അടിമകളായി പിടിക്കപ്പെട്ട ബാബിലോന്യർ, ഇസ്രയേൽ മക്കൾ ബാബിലോണിൻ്റെ പതനത്തിന് ശേഷം കോരേശിൻ്റെ കാലത്ത് മടങ്ങി ഇസ്രയേലിലെത്തിയപ്പോഴേക്കും അവരവിടെ ഒരു ജനതയായി വസിച്ചെങ്കിലും കോരേശിൻ്റെ പേർഷ്യൻ സാമ്രാജ്യവും അതിനുശേഷം മഹാനായ അലക്സാണ്ടർ ഗ്രീക്ക് സാമ്രാജ്യവും ഒടുവിൽ റോമൻ ഭരണകൂടവും കീഴടക്കുമ്പോൾ അവർക്ക് അന്നുണ്ടായിരുന്ന ജീവിതസ്ഥിതികളെ മാറി. അവർ കാത്തിരുന്നു തങ്ങളുടെ അടിമത്തവോ അധപ്പതനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നായകൻ വരണം. ആ നായകൻ വരണമെന്ന കാത്തിരിപ്പ് ഒടുവിൽ യാഥാർത്ഥ്യമായിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു തിരുപ്പിറവി കൊണ്ടാടിയപ്പോൾ ആ തിരുപ്പിറവി കൊണ്ടാടിയ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവവും കർത്താവുമായി അംഗീകരിക്കേണ്ടവൻ തിരസ്കരിച്ചു. ദൈവം തൻ്റെ ആത്യന്തിക പദ്ധതിയായ സഭ എന്ന യാഥാർത്ഥ്യത്തിന് തൻ്റെ ജനത്തിനെ ഒരുക്കി. സഭ രൂപപ്പെട്ടു വന്നു. ആ സഭയാണ് ഞാനും നിങ്ങളുമൊക്കെ കൂടുന്ന വിശ്വാസികളുടെ സമൂഹം.
ആ സഭ രൂപപ്പെട്ട കാലത്ത് യേശുവിൻ്റെ 12 ശിഷ്യഗണങ്ങളാൽ തുറന്നു വന്ന മിഷണറിവരനായ പൗലോസിനാൽ, തിമോഥെയോസിനാൽ, ബർന്നബാസിനാൽ ക്രൈസ്തവ സഭ ശക്തിപ്പെട്ടു. അക്കാലത്ത് AD 95 യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. ആ പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് സഭയുടെ ഉലകത്തിൻ്റെ മുഴുവൻ ഭാവിയുടെ പ്രത്യാശ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഒരു വെളിപ്പാടിലൂടെ എന്ന വണ്ണം കണ്ടു. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ വെളിപ്പാടിനായി ഒരുക്കപ്പെടുന്ന യോഹന്നാനാണ്. 2-3 അധ്യായങ്ങൾ അന്ന് ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന 7 സഭകളാണ്. ഓക്കെ, 4-ാം അധ്യായത്തിൽ തൻ്റെ ദൈവമക്കളുടെ പ്രത്യാശയാകുന്ന സ്വർഗത്തിൻ്റെ ദർശനം യോഹന്നാൻ കാണുകയാണ്. 5-ാം അധ്യായത്തിൽ യോഹന്നാൻ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന അതിപ്രധാനങ്ങളായ പ്രവചന ശബ്ദങ്ങളെ എല്ലാം രേഖപ്പെടുത്തിയ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു ഗ്രന്ഥച്ചുരുൾ കാണുകയും അത് ഭേദിക്കാൻ യോഗ്യനായി ആരെയും കാണായികയാൽ കരയുകയും ചെയ്യുമ്പോൾ ജയമെടുത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട് മുദ്ര ഭേദിച്ചുകൊണ്ട് രംഗത്തെത്തുകയും 6-ാം അധ്യായം മുതൽ ആ മുദ്ര ഭേദിക്കുന്നു. 6-ാം അധ്യായത്തിൽ 6 മുദ്രകളുടെ ഭേദനം. 6 മുദ്രകൾ ഭേദിച്ചു. 6 മുദ്രകളുടെയും പ്രത്യേകതകൾ നമ്മൾ വിശദീകരിച്ചു. 1-ാം മുദ്ര, 2-ാം മുദ്ര കണക്കനുസരിച്ച് വിശദീകരിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ 6 മുദ്രകൾ, 7-ാം മുദ്ര ഭേദനം 8-ാം അധ്യായത്തിലാണ്. ആ 8-ാം അധ്യായത്തിൽ ഇതാ 7 കാഹളങ്ങൾ പുറപ്പെട്ടു വരുന്നു. 7 കാഹളങ്ങൾ 8-ഉം 9-ഉം അധ്യായങ്ങളിൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ഊതിക്കഴിയുമ്പോൾ അടുത്തത് ഒരു ചെറിയ ഗ്യാപ്പ് പോലെയുണ്ട്. ആ ഗ്യാപ്പിൽ 11, 12, 13, 14, 15 വരെയുള്ള അധ്യായങ്ങൾ. 11-ാം അധ്യായത്തിൽ 3.5 കൊല്ലം ഈ രക്തരൂക്ഷിതമായ പ്രതിസന്ധിക്കകത്ത് പ്രവചിക്കുന്ന 2 സാക്ഷികൾ. കാര്യമായി ഞാൻ വിശദീകരിച്ചില്ല ആ ഭാഗം. അവിടെ വരുന്ന 2 സാക്ഷികളെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഭൂമിയിൽ നിന്ന് വരുന്ന 2 പേരാകാം, ഏലിയാവും മോശയുമാകാം, ഏലിയാവ് ഹാനാക്കുമാകാം. ഇവിടെ തർക്കവിഷയം ആവശ്യമില്ല. ഒരു കാര്യം ഉറപ്പാണ്, യേശുവിനെ പ്രഘോഷിക്കുന്ന, ഒരിക്കൽ കൂടി സുവിശേഷം അറിയിക്കുന്ന അതിശക്തരായിട്ടുള്ള 2 അഭിഷിക്തന്മാരെ ദൈവം ഉപയോഗിച്ചുകൊണ്ട് ആ നിത്യസുവിശേഷം അവരിലൂടെ പറയുന്നു. 12-ാം അധ്യായം ഇസ്രയേലുമായി ബന്ധപ്പെട്ടുള്ള ആ എതിർക്രിസ്തുവിൻ്റെ ഭരണകാലയളവിൽ അനുഭവിക്കുന്ന ത്യാഗസന്നദ്ധമായ ജീവിതത്തിൽ നിന്ന് മുദ്രയേൽക്കാതെ മാറി നിൽക്കുന്ന ഇസ്രയേലിലെ സഭയും എടുക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ചുള്ള നൂതനമായൊരു വെളിപ്പാടും. 13-ാം അധ്യായത്തിൽ എതിർക്രിസ്തു, മഹാസർപ്പം, പിശാച് എന്നിങ്ങനെയുള്ള ആ 3 സംജകൾ ഒരുമിച്ച് കൂടുന്ന കാഴ്ച കണ്ടു. 14-ാം അധ്യായം 7-ാം അധ്യായത്തിൽ കണ്ടതുപോലെ 144,000 മുദ്രിത ഗണങ്ങൾ യേശുവിനെ അനുഗമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 15-ാം അധ്യായം തുറക്കപ്പെട്ട സ്വർഗവും അതിൻ്റെ മനോഹാരിതയും ഒരിക്കൽ കൂടി ആവർത്തിച്ചു. 16-ാം അധ്യായത്തിൽ 7-ാം കാഹളത്തിൻ്റെ അനന്തരം 7 കലശങ്ങൾ പുറപ്പെടുന്ന കാഴ്ച കണ്ടു. 17-ാം അധ്യായത്തിൽ മതബാബിലോൺ ആകുന്ന നാമധേയ ക്രൈസ്തവ സഭയുടെ തകർച്ച കണ്ടു. 18-ാം അധ്യായത്തിൽ രാഷ്ട്രീയ ബാബിലോണിൻ്റെയും വാണിജ്യ ബാബിലോണിൻ്റെയും പതനം കണ്ടു. 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിൻ്റെ കാന്തയാകുന്ന തിരുസഭയും കാന്തനും തമ്മിലുള്ള ആ പാണിഗ്രഹണം, വിശുദ്ധ വിവാഹം നമ്മൾ കണ്ടു. തദനന്തരം 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കർത്താവ് ജയാളിയായി 1000 വർഷം ഭരിക്കും. അതിനു തൊട്ടു മുമ്പ് അവൻ വന്ന് തൻ്റെ തിരുസഭയുമായി വന്ന് ഒലിവുമലയിൽ പാദമൂന്നും, ഒലിവുമല 2ആയി പിളരും. അതിൻ്റെ തെളിവുകൾ തേടിക്കൊണ്ട് സക്കറിയാ പ്രവചനത്തിലേക്ക് യാത്രയായി. സക്കറിയാവ് അത് കൃത്യം പ്രവചിക്കുന്നു. ഒലിവുമല 2ആയി പിളരുന്ന താഴ്വരയിലൂടെ യാത്ര ചെയ്ത് ഇന്ന് നമ്മൾ വായിച്ച ഏദോമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ അഭയാർത്ഥികളായി കഴിയുന്ന ഇസ്രായേൽ മക്കളെ സഭയും കർത്താവും കടന്നുപോയി രക്ഷിച്ച് അവിടുന്ന് വരുന്ന രംഗം യെശയ്യാ 63 വാക്യം കൊണ്ട് തെളിയിച്ചു. അത് രക്താംബരധാരിയായി കടന്നു വരുന്ന ക്രിസ്തുവിനെ പ്രവാചകൻ വർണ്ണിക്കുന്നു. ഞാൻ ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ച് ബൊസ്രയിൽ നിന്ന് വരുന്ന ഇവൻ ആര്? തൻ്റെ ശക്തിയുടെ മഹാത്മ്യത്താൽ നടകൊള്ളുന്ന ദൈവകുഞ്ഞാടായവൻ്റെ വരവിൽ അവൻ യെരുസലേമിനെ സമീപിക്കുമ്പോൾ അനവധി സഹസ്രാബ്ദങ്ങളായി അടഞ്ഞുകിടക്കുന്ന യെരുസലേമിൻ്റെ കിഴക്കവാതിൽ തുറക്കും. യെരുസലേം കേന്ദ്രീകരിച്ച് ഒരു ഭരണവ്യവസ്ഥ, ആ ഭരണവ്യവസ്ഥയ്ക്ക് തൊട്ടു മുമ്പ് എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ചു കിട്ടി 1000 ആണ്ട് ചങ്ങലക്കിടും. ഈ ഘട്ടത്തിൽ ആ ഗന്ധക തീപ്പൊയ്യിൽ തള്ളും. പിശാചെന്ന മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ട് ബന്ധിക്കും. പിശാചില്ലാത്ത, സാത്താനില്ലാത്ത, പ്രലോഭനമില്ലാത്ത ഒരു ലോകം, ആദിയിലെ ഏതന്യ ലോകത്തിൻ്റെ പുനഃസ്ഥാപനം, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ചുമേയും. ആ മനോഹാരിത നിറഞ്ഞ ഘട്ടത്തിൽ ഉലകത്തിലുള്ള ഭരണാധികാരികൾക്കുമൊക്കെ യേശുവിനോട് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് യേശുവിൻ്റെ കീഴിൽ അവർ ഭരണീയരായിട്ടിരിക്കുമെങ്കിലും 1000 ആണ്ട് കഴിഞ്ഞ് അടിച്ചുവിടുന്ന പിശാചിൻ്റെ പ്രലോഭനത്താൽ ചില കൂടി വശീകരിക്കപ്പെട്ട് യേശുവിനെ അധികാരസ്ഥാനത്ത് നിന്ന് മാറ്റാൻ കടന്നു വരുമ്പോൾ പിതാവ് ന്യായവിധി നടത്തിക്കൊണ്ട് അവരെ
നശിപ്പിക്കും. ഒടുവിൽ ഈ പിശാചാകുന്ന മഹാസർപ്പത്തെ പിടിച്ചു കെട്ടി ഗന്ധക തീപ്പൊയിലേക്ക് തള്ളുമ്പോൾ യെശയ്യാവ് പ്രവചിച്ച അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് നിലത്ത് വീണതെങ്ങനെ എന്ന വാക്യം നിറവേറും. ഒടുവിൽ ഗന്ധക തീപ്പൊയ്ക. തദനന്തരം മരിച്ചവർ ആബാലവൃത്തം അവൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന വെള്ളസിംഹാസനത്തിലെ ന്യായവിധി. ആ ന്യായവിധിക്ക് ശേഷം മരണവും പാതാളവും ഒക്കെ തിരികെ തീപ്പൊയ്കയിൽ തള്ളപ്പെടും. അന്ന് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇങ്ങനെ ലേക്ക് ഓഫ് ഫയർ യാഥാർത്ഥ്യമാകും. ഇതല്ല നമ്മുടെ പ്രത്യാശ. നമ്മൾ നരകം കാത്തോ 666 കാത്തോ ഇത്തരം വർഷങ്ങൾ കാത്തോ ഇത് ക്രിസ്തുവിൻ്റെ വരവ് കാത്തോ അല്ല കഴിയുന്നത്. നമ്മുടെ പ്രത്യാശ ഒരു പുതുവാന ഭൂമിയാണ്. ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു എന്ന പ്രഖ്യാപനം നമുക്ക് 21 അധ്യായത്തിൽ കാണാം. ഓക്കെ, 21 അധ്യായം. അത് തുടങ്ങി വെക്കുന്നതിന് കുഴപ്പമില്ല, അതിന് സമയമുണ്ട്. ഈ ക്രമം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിരിക്കാം. നാളെ നമുക്ക് ഒന്നുകൂടി അത് വ്യത്യസ്തമായ രീതിയിൽ പറയാം. അപ്പോൾ കുറെ കൂടി ഹൃദിസ്ഥമാക്കാൻ സാധിക്കും. സന്തോഷമാണോ? ധാരാളം ആളുകൾ ഇത് മെസ്സഞ്ചറിലുമൊക്കെ വന്ന് ചോദ്യം ചോദിക്കുന്നു, വാട്സാപ്പിലുമൊക്കെ ചോദ്യം ചോദിക്കുന്നു. ഉലകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് കാണുന്ന സഹോദരങ്ങളുടെ ഇത്തരം പ്രചോദനം, അവരുടെ ചോദ്യങ്ങൾ വീണ്ടും ഈ പുസ്തകം പഠിക്കാൻ നമുക്ക് പ്രേരണയും അനുഗ്രഹമാകട്ടെ. ഒരുപക്ഷെ ഇതെല്ലാം ആസ് ഇറ്റ് ഈസ് പഠിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിലും ഇത് പഠിക്കണം, അത് പഠിക്കാൻ സാധിക്കണം എന്നൊരു ബോധം ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. കോറിലേറ്റഡായ വാക്യങ്ങൾ തിരക്കി നിങ്ങൾ കടന്നു പോകണം. നാളെയാണ് ഈ പഠനത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു സമാപ്തി. അതിനുവേണ്ടി ദൈവമക്കളൊരുങ്ങിയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വലിയ വലിയ സന്തോഷം ഈ തിരുവെഴുത്ത് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ നമുക്ക് ഏവർക്കുമുണ്ട്. അതുകൊണ്ട് അടുത്ത വിഷയത്തിലേക്കൂടെ ഒന്ന് തുടങ്ങി വെച്ചാൽ നാളത്തെ പഠനം കൂടുതൽ എളുപ്പമാകും. വായിച്ചുകൊള്ളുക. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. സമുദ്രമില്ലാത്ത ഒരു ലോകത്തെ, അപ്പം ഇല്ലാത്ത ഒന്നാമത്തെ വസ്തു പഠിച്ചോണം. എന്തെന്നാ? പുതുവാന ഭൂമിയിൽ കടലില്ല. കടലില്ലെന്ന്. അപ്പം പിന്നെന്ത് ചെയ്യും? കടലില്ല. കാരണം ഈ കടൽ ഒരു ശാപഗ്രസ്ത അനുഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉൽപ്പത്തിയിൽ കണ്ടത്. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൂതഗണങ്ങളാൽ പാപം സംഭവിച്ച ഭൂമി നിന്നെ ഏദനിലാക്കിയിരുന്നു ഞാൻ എന്ന് തിരുവെഴുത്ത് പറയാം. ആ ഏദൻ മലിനപ്പെട്ടപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ വെള്ളക്കെട്ടുകളാൽ നിറഞ്ഞു. അങ്ങനെ സാത്താൻ്റെ ആധിപത്യത്തിൽ കിടക്കവേ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പൊരുന്നിരുന്നു, ആവസിച്ചിരുന്നു. അത് ശാപം നിറഞ്ഞൊരനുഭവമാണ് എന്നതിൻ്റെ മറ്റൊരു തെളിവാണ്. പ്രളയം വരുന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടു, അവൻ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു, ഭൂമിയുടെ ഉറവകൾ തുറന്നു. പിന്നെയും വരുന്നു പറയുന്നുണ്ട്, സ്വർഗാദി സ്വർഗവും മീതെയുള്ള വെള്ളവും. ഈ വെള്ളമൊക്കെയാണ് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത്. അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഒരു താലന്തോളം കനമുള്ള ആലിപ്പഴം ഭൂമിയിൽ പതിച്ചു എന്നൊക്കെ പറയുന്ന വേദഭാഗം. കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? യോബ് ചോദിക്കുകയാണ്. ഞാനവയെ പോരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചിരിക്കുന്നു എന്ന വേദഭാഗങ്ങളൊക്കെ. ചുരുക്കത്തിൽ ഇത്തരം സമുദ്രമില്ലാത്ത ഒരു ലോകമാണ് പുതിയ ആകാശം പുതിയ ഭൂമി. പിന്നെ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നു ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോൾ വേറൊരു സ്ഥലം കൂടെ, പുതിയ യെരൂശലേം. പിന്നെ സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അപ്പൊ പുതിയ ആകാശവും പുതിയ ഭൂമി അല്ല തിരുസഭയ്ക്ക്. അവിടെ കിടക്കട്ടെ ആ സ്ഥലം. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവത്തിൻ്റെ വാസം. പിന്നെ അവൻ അവരോട് കൂടെ വസിക്കും. അവൻ തൻ്റെ ജനത്തോടു കൂടെ വസിക്കും. പിന്നെ അവർ അവൻ്റെ ജനമായിരിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. പിന്നെ ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. പിന്നെ ഇനി മരണമുണ്ടാകുകയില്ല. അപ്പം രണ്ടാമത്തെ പോയിന്റ്, കടൽ മാത്രമല്ല ഇല്ലാത്തനി മരണം ഉണ്ടാവില്ല. പിന്നെ ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. 3 കാര്യങ്ങളെ കൂടെ പഠിച്ച് ഇപ്പം 5 എണ്ണമായി. ദുഃഖം, മുറവിളി, കഷ്ടതയില്ല. അപ്പം ഇല്ലാത്ത കാര്യങ്ങൾ പഠിച്ചോണം. എന്തൊക്കെയാ? കടലില്ല,
മരണമില്ല. പിന്നെ ദുഃഖം, മുറവിളി, കഷ്ടതയില്ല. പിന്നെ ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. അപ്പോൾ നമ്മൾ സിംഹാസനത്തിരിക്കുന്നവനെ കണ്ടു, ഞാൻ സകലവും പുതുതാക്കുന്നു. പിന്നെ എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. ഗ്രാഫൈ, ടു റൈറ്റ്, യു ഹാവ് ടു റൈറ്റ് ഓ അപ്പോസ്റ്റൽ. യോഹന്നാനോട് പറയാ, നീ എഴുതുക യോഹന്നാനെ, ഈ വചനം വിശ്വാസവും സത്യവുമാകുന്നു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ആൾക്ക് ഞാൻ ആൽഫയാണ്, ഒമേഗ ആണ്. ഇത് ഗ്രീക്കിലെ 2 അക്ഷരങ്ങളാണ്. HZ എന്ന് പറയും പോലെ ആദ്യ അക്ഷരം ആൽബയും അവസാനത്തെ അക്ഷരം ഒമേഗയുമാണ്. അപ്പോൾ ബിഗിനിങ് ആൻഡ് എൻഡ്. അപ്പം ഞാൻ സകലതുമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാവ്യഭാഷ. ഞാൻ ആൽബയും ഒമേഗയുമാകുന്നു. പിന്നെ ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. പണ്ട് പറഞ്ഞാണ്, ഉത്സവത്തിൻ്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ പറഞ്ഞാണ്. പിന്നെ ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഇത് ജയിക്കുന്നവൻ്റെ അവകാശമാണ് ജീവജലം. പിന്നെ ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. പിന്നെ എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അവരുടെ സ്ഥലം കാണിച്ചു കൊടുത്തു. പിന്നെ നീ അവർ കറങ്ങല്ലെന്ന് ഇവിടെ കിടന്നു. അവർക്കുള്ള ഓഹരി എവിടെ? ലേക്ക് ഓഫ് ഫയർ, ഗന്ധക തീപ്പൊയ്ക. പിന്നെ അത് രണ്ടാമത്തെ മരണം. അവിടെയും പ്രത്യേകത കേട്ടോണം. പുതിർശിലേമിലുള്ളത് ഒരു മനോഹര നീരൊഴുക്കാണ്, ഒരു മനോഹര നദി, ഒരു ജീവജലത്തിൻ്റെ നദി. അപ്പുറത്തുള്ളത് പാരലായിട്ട് തീപ്പൊയ്കയാണ്. ഒരിടത്ത് ജീവനദി, അപ്പുറത്ത് തീപ്പൊയ്ക. പിന്നെ അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 16 അധ്യായത്തിൽ കണ്ട പാർട്ടികൾ. 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കണ്ടോ, ആ പുള്ളി മണവാട്ടിയുടെ ഭാഗമായി യോഹന്നാൻ. പിന്നെ വിളിച്ചിട്ട് നമ്മളെ കാണിച്ചു തരാമെന്ന് പുള്ളിയോട് പറയണോ? നിങ്ങളിങ്ങോട്ട് വന്നാൽ ഞാൻ ചർച്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഒരാളിവിടെ ഒന്ന് കാണിക്കണം. നമ്മളെ അവിടെ നിൽക്കല്ലേ? നിങ്ങളിങ്ങോട്ട് വന്നാൽ ഞാൻ ക്ലാസ് കാണിച്ചു തരാമെന്നും പറഞ്ഞ് വേറൊരാൾ നമ്മളിത് കാണിക്കണം. അപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുക പ്രത്യേകിച്ച്. പക്ഷേ എൻ്റെ അർത്ഥം എന്താ? കുഞ്ഞാടിൻ്റെ വാസഗേഹമായി കാണിക്കാൻ പോകുന്നു. സഭ എവിടെ ആയിരിക്കുമെന്നായി കാണിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ നിങ്ങളെവിടെയാണെന്നറിയാനുള്ള ജാഗ്രത പോലെയാണ് നിങ്ങളുടെ പ്ലേസ് എവിടെയാണെന്ന് പറയാൻ പോവാണ്. ലൊക്കേഷൻ പറയാം. അത് 1000 ആണ്ട് വായിച്ചോ, ഈ വന്ന പൊതുവാന ഭൂമിയൊന്നുമല്ല. എവിടാകും എൻ്റെ അക്കമഡേഷൻ ഇതറിയാൻ പോവാണ്. ഞാൻ എവിടെയായിരിക്കും? സ്തോത്രം. മരിച്ച സകല മനുഷ്യരെ കുറിച്ചും ഇന്ന് മനുഷ്യന് വലിയൊരു ചോദ്യമാണ്. പുരുഷനോ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? 2 വഴികളാണ് അവൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. മനുഷ്യ, നന്മയും തിന്മയും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളതെടുത്തുകൊള്ളുക. ഈ 2 വഴികളേ ഉള്ളൂ. ഒന്ന് ലേക്ക് ഓഫ് ഫയർ, 2 ദൈവത്തിൻ്റെ നിത്യത. അതിലെവിടെയാണ് നമ്മുടെ നിത്യത എന്നറിയാൻ ലഭിച്ചിരിക്കുന്ന ഈ ഭാഗം കാണിച്ചിട്ട് പറയുക, വരിക, എവിടെയാണ് കുഞ്ഞാടിൻ്റെ കാന്ത? അതിനുമ്പ് പറഞ്ഞു, ഭോഷ്ക് പറയുന്നവർ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, ബിംബാരാധികൾ, ഏവർക്കുമുള്ള ഓഹരി ഗന്ധക തീപ്പൊയ്ക. അവിടം കാട്ടി. ആർക്കും ഇഷ്ടമില്ലാത്ത ആ ലോകം കാട്ടി. തമാശയുടെ പരിഹാസ രൂപത്തിലൊക്കെ ഇത്തരം വചനങ്ങളെ കാണുന്നവരെ കണ്ടുകൊണ്ടാകും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. വിളിക്കുന്ന ഏവരൊരാൾക്കും ഈ വചനം സത്യമെന്നറിയാനുള്ള ആ പരിശുദ്ധാത്മ കൃപകൾ ദൈവസമൃദ്ധമായി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നെക്സ്റ്റ് വൺ. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. ഇത് കാണിക്കാൻ വേണ്ടി ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. ഓക്കെ. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. കാണിച്ചു തന്നു.
ശല്യം പറയാറുണ്ട്, കാന്തയെ കാണിച്ചു തരാനോട്ട് ഈ യെരുശലേമാ കാണിച്ചു കൊടുത്തതെന്ന്. മൊത്തം വായിക്കണം താഴോട്ട്. പിടികിട്ടിയോ? അങ്ങ് താഴെ ചെല്ലും പറയാം അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ള വിവരം അറിയാം. അതിനകത്താ ചർച്ചെന്ന്. അതിനകത്തിരിക്കുന്ന ചർച്ചിനെ കാണിക്കാമെന്നാ. ചർച്ചിൻ്റെ ശരിക്കുള്ള പദവി കാണിച്ചു തരാമെന്നാണ് ഈ പറഞ്ഞത്. ഓക്കെ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കെട്ടിടം കണ്ടിട്ട് പറയരുത് ഇതാണ് ഞങ്ങളുടെ ചർച്ചെന്ന്. ഇതാണോ ചർച്ച്? ഇതിൻ്റെ പേരിട്ടോണം ഹാൾ. ചില പള്ളികൾ ഹോളെന്നാണ് പറയുന്നത്, മാളമെന്ന്. ഹോളാണോ ഇത്? ഹാൾ, ആഡിറ്റോറിയം. അപ്പോൾ നമുക്ക് ഇതില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇത് വലിയൊരു അനുഗ്രഹം എന്ന് കൂട്ടാം. നമ്മളിനി മരത്തിൻ്റെ തണലിൽ കിട്ടിയാൽ അതും ചർച്ചാണ്. ഹല്ലേലൂയ. 2 ആളേ ഉള്ളൂ ദിവസം ഈ കുടി വരാൻ, അതൊരു ചർച്ചാണ്. സ്തോത്രം. നമുക്കിങ്ങനെയുള്ള സ്ഥലമില്ലെങ്കിലും നമ്മൾ ആരാധിക്കുന്നവർ ആരാധന എടുത്തു കളവാൻ ലോകത്തിലൊരു ശക്തിക്കും സാധിക്കില്ല. നാട്ടിലൊക്കെ ചെന്നാൽ ആരാധനാ സ്വാതന്ത്ര്യമില്ലാത്ത സഹോദരൻ കൊണ്ട് രക്ഷിക്കപ്പെട്ടിട്ടും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ പഴയ തട്ടകത്തിലേക്ക് ക്ഷണിക്കാൻ കാത്തിരിക്കുന്ന കഴുകൻ കണ്ണുകളോടെ നമ്മെ നോക്കുന്നവരുണ്ടാകാം. അപ്പോഴും ഭക്തൻ പറയണം, ഞാൻ ആരാധിക്കുന്ന ഇടത്ത് ഒരു പുരോഹിതൻ്റെ സാന്നിധ്യമില്ലെങ്കിലും, എൻ്റെ കൈകൾ വരിഞ്ഞു മുറിക്കാലും, കയ്യിൽ ഇപ്പോൾ ഒരു പുസ്തകമില്ലെങ്കിലും, ജയിലറക്കത്ത് കിടന്നാലും കർത്തൃദിവസത്തിൽ ഞങ്ങൾ ആത്മവിവശരാകും. ദൈവത്തിൻ്റെ ശബ്ദം അവിടെയും ഞങ്ങൾ കേൾക്കും. എന്നോട് സംസാരിക്കുന്ന നാദം എനിക്ക് അവിടെയും കാണാൻ സാധിക്കും. ജയിലറക്കുള്ളിലും നമുക്കൊണ്ടൊരു സഭ, അതിനകത്തുമുണ്ട് പ്രാർത്ഥിക്കാൻ ഒരന്തരീക്ഷം. അതുകൊണ്ട് ചർച്ച് ഈസ് നോട്ട് ആൻ ഓഡിറ്റോറിയം. ചർച്ച് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ല. ചർച്ച് ഒരു പ്രസ്ഥാനമല്ല. പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ട്രഷററോ ഉള്ള ഒരു സംഭവമല്ല. ചർച്ച് വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അവൻ്റെ പദവി വ്യത്യസ്തമാണ്. നാം എന്താകും എന്നിന്ന് വരെ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ ആരാകുമെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്ന്. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരുവൻ്റെയും കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയവും അറിഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കതറിയാനൊരു വരം ദൈവം തന്നിരിക്കുക. വരം. ഹല്ലേലൂയ. ഒരുക്കപ്പെട്ട മനോഹരമായ ആ ലോകത്തെയാണ് ദൈവം നമുക്കായി കരുതി വെച്ചിട്ടുള്ളത്. സ്തോത്രം. അപ്പോൾ ഈ സന്തോഷമൊക്കെ കൊണ്ടാണ് അബ്രഹാം ഊര് വിട്ടിറങ്ങിയത്. ആ ഹൃദയത്തിൽ കിടന്ന് ഈ പിക്ചർ ഇതും കൊണ്ടാണ് അദ്ദേഹം ഇറങ്ങിയത്. ഈ പിക്ചർ ഹൃദയത്തിലുണ്ടോ, ആയുഷ്കാലം പിന്മാറ്റം വരില്ല. കൂടെ ഇരുന്നതിന് ഏതാണ്ട് പറഞ്ഞു, അവരെന്നെ നോക്കി ചിരിച്ചില്ല, പാടുപാടാൻ നിർത്തിയില്ല, കൈയടിച്ചപ്പോൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. എൻ്റെ മോൻ പാട്ടുപാടും, അതുകൊണ്ട് ഞങ്ങൾ ഇനി അങ്ങോട്ടില്ല. ഇതൊന്നും രക്ഷാനുഭവം പ്രാപിച്ചവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ല. ഹല്ലേലൂയ. തൻ്റെ ഭക്തന് നേരെ കടന്നു വരുന്ന ഏത് പ്രലോഭനങ്ങളും ഏതായുധങ്ങളും വരുമ്പോൾ ഭക്തൻ പറയണം, ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാരും വേർപിരിക്കാനാവാത്ത ഉദാത്തമായ സ്നേഹബന്ധം യേശുവിനോടുള്ള ബന്ധത്തിലാക്കണം ഓരോ ദൈവത്തിലും സൂക്ഷിച്ചു വെക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. നെക്സ്റ്റ് വായിച്ചോളൂ. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം. ഇത് ചിലതൊക്കെ ഒന്ന് പറയാൻ തന്നെ ഉള്ളതാണ്. ഈ രത്നങ്ങൾ പുരാതന കാലത്തെ മനുഷ്യൻ ചികിത്സയ്ക്ക് ഉപയോഗിക്കുമായിരുന്നു. രത്ന ചികിത്സ. ഇന്ന് ഈ രത്ന ചികിത്സ എന്നൊക്കെ പറയുന്നത് തട്ടിപ്പുണ്ട്, അത് വേറെ കാര്യം. ചിലതരം രോഗങ്ങൾക്ക് ഇത്തരം രത്നങ്ങൾ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കുമായിരുന്നു. മനുഷ്യൻ ഇത്തരം രത്നങ്ങൾ കയ്യിൽ ധരിക്കുമായിരുന്നു. അപ്പോൾ ഓരോ പ്രതിസന്ധി പരിഹരിക്കത്തക്ക വിധമാണ് രത്നങ്ങൾ. ഉദാഹരണം ഇപ്പോൾ വായിച്ചതാണ് സൂര്യകാന്തം അല്ലേ? സൂര്യകാന്തം, പത്മരാഗം, ഗോമേതകം, മാണിക്യം. ഈ മാണിക്യമൊക്കെ ചുവന്ന കളറാണ്. സൂര്യനിൽ നിന്ന് ഉത്സർജിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികളെ സ്വാംശീകരിച്ചെടുത്ത് നിർവീര്യമാക്കി അടുത്തിരിക്കുന്ന അത് കൈകാര്യം ചെയ്യുന്ന ആളിന് രക്ഷ നൽകുമെന്നാണ് സയൻറ്റിഫിക്കലി അതേക്കുറിച്ചുള്ള സങ്കല്പം. ശനി എന്ന ഗോളം കറുത്തിരുണ്ട ഭാവമാണ്. ശനി എന്ന ഗോളത്തിൽ നിന്ന് ചിലവരല്ലേ ശനിദശ എന്നൊക്കെ പറയുമല്ലോ, കറുത്തിരുണ്ട ഭാവം. ആ ഗോളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പുരാതന ലോകം ഇങ്ങനെയൊക്കെയുള്ള ചികിത്സകൾ ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള രത്നങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് രത്നം വിലപിടിപ്പുള്ളതാണ്. ഈ രത്നത്തിൻ്റെ വില എന്ന് പറയുന്നത് അത് മുറിച്ചെടുക്കുന്നതിലാണ്. ആ മുത്ത് മുറിച്ചെടുക്കുന്ന പോയിൻ്റാണ്. അതീവ ജാഗ്രതയോടെ മണിക്കൂറുകൾ കൊണ്ടാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. അത് കട്ട് ചെയ്യുന്ന വൈഭവമാണ് രത്നത്തിൻ്റെ വില. അതുവഴിയാണ് അതിൻ്റെ കിരണങ്ങളുടെ പ്രസരണം. അതീവ സൂക്ഷ്മബുദ്ധിയുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗരാജ്യം
ഒരു രത്നവ്യാപാരിയോട് സദൃശ്യം. ആ രത്നവ്യാപാരി ഇത് തനിക്കുള്ളതൊക്കെ വിറ്റ് വിലപിടിപ്പുള്ള ഒരു മുത്ത് വാങ്ങി. സ്വർഗപിതാവിൻ്റെ പുത്രൻ സ്വയം തന്നെ ത്യജിച്ചുകൊണ്ട് കാന്തയാകുന്ന നമുക്ക് വേണ്ടി സ്വയം ത്യജിച്ചിട്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ അവൻ സ്വയം ത്യജിച്ചു. എന്നിട്ടിതാ നമുക്ക് വേണ്ടി മനോഹരമായൊരു ഭവനം, അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് പറയാൻ പോകുകയാണ്. മനോഹര പത്മരാഗം. പിന്നെ അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. അങ്ങനെ 4, 3, 12. ഓരോ എൻഡിലും 3 വീതം ഗോപുരങ്ങൾ. അതിന് പൊക്കമുള്ള വൻ മതിൽ. ഒരു മനോഹര നിർമ്മിതിയാണ് ഈ പുതിയ യെരൂശലേമിൻ്റെത്. എത്ര മനോഹരമായൊരു നിർമ്മിതി! പൊക്കമുള്ള വൻമതിൽ, അതിൽ 12 ദൂതഗണങ്ങൾ, ഇസ്രായേൽ മക്കൾ 12 പേരുടെ പേര് അതിൽ എഴുതിയിരിക്കുന്നു. പിന്നെ നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. 12 അപ്പോസ്തലന്മാരുടെ പേരെഴുതിയ 12 അടിസ്ഥാനങ്ങൾ. പിന്നെ എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. അത് അളക്കാൻ പോലും പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോല്. വളരെ പഠിക്കണം. പറഞ്ഞേ, വായിച്ചു. നഗരം സമചതുരമായി കിടക്കുന്നു, അതിന്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു. അവ വീതി, നീളം, ഉയരം സമം. ഒരു സമചതുര പട്ടണം. പിന്നെ 1200 നാഴിക കണ്ടു. 1200 നാഴിക. ഈ നാഴിക എന്നതിൻ്റെ ഗ്രീക്ക് വേർഡ് സ്റ്റാഡി എന്നാണ്. സ്റ്റാഡി. ഈ സ്റ്റാഡി എന്നതിൽ നിന്നാണ് സ്റ്റേഡിയം എന്ന പദമുണ്ടാകുന്നത്. സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. സ്റ്റേഡിയം അറിയാമല്ലോ എന്താന്ന്. പക്ഷെ നമ്മൾ അറിയുന്ന കണക്കല്ലാത്തൊരു കണക്കുണ്ടതിന്. ആ കണക്ക് പറയാം. BC 776 ഒളിമ്പിക്സ് ആരംഭിക്കുന്ന ഗ്രീസിൽ. അപ്പോൾ അന്നൊരു ഓട്ടക്കാരന് ലഭിക്കാവുന്ന പാരിതോഷികം, ജയാളിയായി വരുന്നവനെ ഒലിവുമരത്തിൻ്റെ ചില്ല കൊണ്ട് മടഞ്ഞ ഒരു കിരീടം രാജാവ് അവൻ്റെ തലയിൽ വെക്കും. എന്നിട്ട് അവനെ എഴുന്നള്ളിച്ച് ഇങ്ങനെ പോവാണ്. അങ്ങനെ എഴുന്നള്ളിച്ച് വൈകിട്ടാകുമ്പോഴേക്ക് ഈ കിരീടം പൊടിഞ്ഞു പോകും. എന്താ കാര്യം? വൈകിട്ടല്ലെങ്കിലും 2 ദിവസത്തിനുള്ളിൽ പൊടിഞ്ഞു പോകില്ലേ? ചിലയല്ലേ? വാടി ഫങ്ഷൻ തീരുന്നതിന് മുമ്പേ വാടും. അങ്ങനെ ഓടുന്നവനെ കണ്ടല്ലേ നമ്മുടെ അപ്പോസ്തലൻ പറഞ്ഞത്, എടാ ഈ വാടുന്ന കിരീടം പ്രാപിക്കാത്ത വാടാത്തത് ഇവിടെ ഉണ്ടെന്ന്. നമുക്കും പറയാം, എടാ വാടാത്തതുകൊണ്ട് വാടാന്ന് വിളിക്കുവരെയില്ല. എന്താ കാര്യം? വാടാത്ത കിരീടം. ഈ ഓട്ടക്കളത്തിൻ്റെ ദൂരമാണ് ഒരു സ്റ്റാദി. കിട്ടിയോ? ഒരോട്ടക്കാരൻ്റെ ഒരോട്ടക്കളത്തിൽ 1 കിലോമീറ്ററിലൊക്കെ കുറവാണ്, പക്ഷേ 3/4 കിലോമീറ്ററിൽ കൂടുതലാണ്. അളവെല്ലാം പലതായതുകൊണ്ട് ഒരു ഏകദേശം അത്രയും കൂട്ടിക്കോ. 1200 നാഴിക എന്ന് പറയുമ്പോൾ ദൂരം പിടിച്ച് എത്രയുണ്ടെന്ന് ദൂരം മനസ്സിലായോ? അപ്പം നമ്മൾ 1ാമത്തെ ക്ലാസ്സിൽ വന്നപ്പോൾ തന്നെയല്ല, അത്രയും നീളം, അത്രയും വീതി, അത്രയും ഉയരം, ലെയറുകളാണ്. ഇത്ര അപ്പാർട്ട്മെൻറ്റിലുമൊക്കെ താമസിക്കാൻ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളുടെ കിടപ്പ്. 50 സ്റ്റോറിയുടെ ബിൽഡിങ്ങിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതിൻ്റെ പൊക്കം മനസ്സിലാകുന്നു. അവിടെയുള്ള സെറ്റിൽമെൻറ്റ് നോക്കി എത്ര രസകരമാണ്. 1200 നാഴിക നീളം, വീതി, ഉയരമുള്ള ഒരു പട്ടണം. അപ്പോൾ നമ്മൾ 1ാമത്തെ ക്ലാസ്സിൽ നെബൂഖദ്നേസർ പണിയിപ്പിച്ചപ്പോൾ 14.5 മൈൽ നീളവും 14.5 മൈൽ വീതിയുള്ള കെട്ടിടം കേട്ടപ്പോൾ കണ്ണുകളിൽ അവിടെ ഇരുന്നേ. മനസ്സിലായോ? ബാബിലോണും യെരൂശലേമും അന്ന് തുടങ്ങിയ മത്സര. ബാബിലോൺ എങ്ങോട്ട് പോയി? പോകേണ്ട ഇടത്തേക്ക് പോയി. അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണേ, 1 മണിക്കൂർ കൊണ്ട് നിന്നെ ന്യായവിധി വന്നല്ലോ. അത് തട്ടിപ്പോയപ്പോൾ ഇതാ ഉയർന്നു നിൽക്കുന്നു ഒരു പുതിയ യെരൂശലേം. പിടികിട്ടിയോ?
അതാണ് തൻ്റെ ഭക്തർക്കുള്ള വാസസ്ഥലം. തൻ്റെ മകൾക്കായി അവനൊരുക്കിയിരിക്കുന്ന ഇടം. വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. ഹല്ലേലൂയ. ആ മനോഹര ദൃശ്യം നമ്മുടെ ജീവിതത്തിന് പ്രചോദനവും ആനന്ദകരമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യെരൂശലേമൻ ആധിപനീശോ തിരുമുൻപിൽ സ്തുതി പാടാൻ. യെരൂശലേമൻ ആധിപനീശോ തിരുമുൻപിൽ സ്തുതി പാടാൻ. വരും വരെയും അരികിൽ ഭവാൻ ഇരിക്കണം നാഥ. വരും വരെയും അരികിൽ ഭവാൻ ഇരിക്കണം നാഥ. യെരൂശലേമൻ ഇമ്പവിടെ എപ്പോൾ ഞാൻ ചെന്നു ചേരും. യെരൂശലേമൻ ഇമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോഴിങ്ങൊഴിയും. ആ മനോഹര സാമ്രാജ്യം സൃഷ്ടിച്ച മഹാദൈവത്തെ നാം എങ്ങനെയാണ് വിളിക്കുക? അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അവസരങ്ങൾ വേർതിരിക്കുക. ലോകത്തിലെ സകല മതങ്ങളും ദൈവത്തെ ഏതെങ്കിലും ഒരു സ്ഥാനം പേരിലാണ് വിളിക്കുക. ഈശ്വരൻ, യാഹുവേ, പലവിധ പേരുകളിൽ പേര് ചൊല്ലി വിളിക്കുമ്പോൾ only we people addressing our Almighty God as Father. നാം മാത്രം അവനെ ഉലകത്തിൻ്റെ മുഴുവൻ നായകനെ വിളിക്കുന്നു പിതാവേ. ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നവൻ്റെ പേര് കർത്താവായ യേശുക്രിസ്തു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി അവനെ ഉയർത്തിക്കൊണ്ട് ഉലകത്തോട് മുഴുവൻ നമുക്ക് വിളിച്ചു പറയാം, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേയൊരു നാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം. ആ ശ്രേഷ്ഠ നാമത്തെ അനുഗമിപ്പാൻ പ്രത്യാശയുള്ളവരായി നമുക്കും ഒരുങ്ങാം.